വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജ്യം അതിൻ്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ധീരോദാത്തം പോരാടി രണാങ്കണത്തിൽ മരിച്ചുപോയ, വിട പറഞ്ഞു പോയ ധീരരായ രക്തസാക്ഷികളെ ഈ തരുണത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. 78ാമത് സ്വാതന്ത്ര്യ ദിനം കേരളത്തിലും ഇന്ത്യയെമ്പാടും കൊണ്ടാടുന്ന ഈ വേളയിൽ നമ്മുടെ വയനാട്ടിലെ പുഞ്ചിരിമുറ്റം, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല തുടങ്ങിയ മേഖലകളിൽ ഏകദേശം 442-ലധികം പ്രിയപ്പെട്ടവർക്ക് അവരുടെ ജീവൻ വെടിയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും 130-ലധികം ആളുകളെ പരിണിത ഫലമായിട്ട് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. കേരളത്തിൽ നിന്ന് മദ്യം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആ ആളുകളുടെ വയസ്സെന്ന് പറയുന്നത് ഏകദേശം 10-നും താഴെ പ്രായമുള്ളപ്പോൾ തന്നെ ഒരു കുഞ്ഞ് മദ്യത്തിന് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട് തുടങ്ങുന്നു എന്നുള്ള വസ്തുത നമ്മൾ ഞെട്ടലോടെയാണ് ഓർക്കേണ്ടുന്നത്. മദ്യം, മയക്കുമരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, കേരളത്തിൽ മാത്രമാണോ ഇങ്ങനെ ഒരു വസ്തുത ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്? ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. കേരളത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു നല്ലൊരു സിസ്റ്റം അതുകൊണ്ട് ഇതൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് കേരളത്തിൽ ഒരു മാസത്തിൽ നടക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ വ്യാപനം അല്ലെങ്കിൽ വ്യാപാരം ചെന്നൈയിലും മുംബൈയിലും ഒക്കെ 1 മണിക്കൂർ, ഒരു ദിവസം കൊണ്ട് നടക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ കേരളത്തിൽ ഇതൊക്കെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ബോധവാന്മാരാകുവാൻ ഇടയായി തീരുന്നത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അമിതമായ ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് 1-2 സാഹചര്യങ്ങളൊന്ന് വെളിവാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ അടുത്ത ആഴ്ചയിലാണ് നമുക്ക് തിരുവല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള പത്തനംതിട്ട ജില്ല, ഏറ്റവും സമ്പന്നമാകുന്ന തിരുവല്ല, അവിടെ വേങ്ങൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് രാജു തോമസ് ജോർജ് എന്ന് പറയുന്ന ഒരു 69 വയസ്സുകാരനും ലിജി തോമസ് എന്നറിയപ്പെടുന്ന ഒരു 63 വയസ്സുകാരിയും അവർ ദമ്പതികളാണ്. അവരുടെ സ്വന്തമായിരുന്ന കാറിൽ ഉച്ചയ്ക്ക് കത്തി അമരുന്നത് കണ്ടിട്ട് എല്ലാ ജനങ്ങളും ഓടിയെത്തുമ്പോൾ അവർ കാണുന്നത് കത്തി അമർന്നു പോകുന്ന ദമ്പതികളെ നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി കഴിയുകയാണ്. ഒരു പുരുഷായുസ് മൊത്തം അവർ അധ്വാനിച്ചതും അവർ സമ്പാദിച്ചു കൂട്ടിയതും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ അഗ്നിക്കിരയാകുന്ന ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ തിരുവനന്തപുരത്ത്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കത്തി എരിയുന്നത് കണ്ടിട്ട് പോലീസ് ഓഫീസേഴ്സ് ഒക്കെ പിന്നീട് അവരുടെ ഭവനങ്ങളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് കാണുവാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അതൊരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ആയിരുന്നു എന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതായത് ഒരു ആത്മഹത്യയായിരുന്നു. പ്രിയപ്പെട്ടവരെ, 69 വയസ്സുള്ള തോമസ് ജോർജും ലിജി തോമസ് എന്ന് പറയുന്ന 63-കാരി കുടുംബിനിയും ഈ ലോകത്തോട് വിട പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഈ പുന്നമൂട്ടിലെ നിവാസികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന വസ്തുത, ആ വൃദ്ധ ദമ്പതികൾക്ക് ഒരേ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരുവല്ലയിലെ ഏറ്റവും ആഠ്യത്വമുള്ള ഒരു കുടുംബത്തിലാണ് അവർ ജനിച്ചു വളർത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. തങ്ങളുടെ ഒരേ ഒരു മകൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അവസാനം അനേകമാകുന്ന പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. അനേക ഹോസ്പിറ്റലുകളിലും കൗൺസിലിങ്ങുകളിലും ഒക്കെ വിധേയമാക്കി. അവർക്കുണ്ടായിരുന്ന വസ്തുവകകളൊക്കെ വിറ്റ് ആ മനുഷ്യനെ, ആ മകനെ ചികിത്സിപ്പിച്ച് അവസാനം യാതൊരു വിടുതലും കാണാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ മാതാപിതാക്കൾ നൊന്ത് പ്രസവിച്ച അമ്മയും വളർത്തിയ പിതാവും ഒരു പിടി എഴുത്തുകൾ എഴുതി വെച്ചിട്ട് ഈ ലോകത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇനി ഞങ്ങളുടെ മകനെ മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് വിടുവിക്കുവാൻ ഞങ്ങൾക്ക് ശേഷിയില്ല. മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് ഞങ്ങളുടെ മകനെ വിടുവിക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് മദ്യത്തിനും അടിമപ്പെട്ടുപോയ, മയക്കുമരുന്നിന് അടിമപ്പെട്ടുപോയ ഞങ്ങളുടെ മകന്റെ മുമ്പിൽ ഞങ്ങൾ തോറ്റുപോകുന്നു, ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ തോറ്റുപോകുന്നു എന്ന് പറഞ്ഞ് അവർ സഞ്ചരിച്ച കാറിൽ തീ കൊളുത്തി ജീവനൊടുക്കിയ ഒരു അപ്പനും അമ്മയും ഇന്നും വേദനയോടെ ഈ 78ാമത് സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഭാരതം എന്ന് കേട്ടാലോ
തുടിക്കണം ചോര സിരകളിൽ എന്ന് പറഞ്ഞ കവിയുടെ വാക്കുകൾ നമ്മൾ ഓർക്കുകയാണ്. എന്നാൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അമിതമായ ഉപയോഗം നിമിത്തം നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കുറേയധികം കാര്യങ്ങളൊന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഭാരതം, നമ്മുടെ കേരളം എന്ന് പറയുന്നത് എത്ര വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ നരബലികളെ പറ്റിയും മനുഷ്യരെ തിന്നുന്നവരെ പറ്റിയും ഒക്കെ കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 100% സാക്ഷരതയുള്ള ഈ കേരളത്തിൽ അതും ഏറ്റവും കൂടുതൽ സമ്പന്നർ വസിക്കുന്ന പത്തനംതിട്ട ഇലന്തൂരിൽ നമ്മൾ കേട്ടില്ലേ, കഴിഞ്ഞ വർഷം നരബലി നടന്നു എന്നും മനുഷ്യന്റെ ശവശരീരങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമ്മൾ ചിക്കനും മട്ടനും ഒക്കെ വേവിച്ച് കഴിക്കുന്നത് പോലെ കഴിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് എടുക്കുവാൻ ഇടയായി തീർന്നു. ഹ്യൂമൻ സാക്രിഫൈസ്. റോസ്ലിൻ എന്നറിയപ്പെടുന്ന 49കാരിയും പത്മ എന്നറിയപ്പെടുന്ന 52കാരിയെയും യാതൊരു മനോച്ഛേദവും ഇല്ലാതെ ഷാഫി എന്നറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയും ഭഗവത് സിംഗ് എന്നറിയപ്പെടുന്ന ഒരു കുടുംബസ്ഥനും ലൈലി എന്നറിയപ്പെടുന്ന തന്റെ ഭാര്യയും ചേർന്നിട്ട് നമ്മുടെ പത്തനംതിട്ട ഇലന്തൂരിൽ വെട്ടി നുറുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് പാചകം ചെയ്ത് കഴിച്ച ചരിത്രം നമ്മൾ ഞെട്ടലോടെയാണ് കേൾക്കുവാനിടയായി തീർന്നത്. അതായത് മദ്യവും മയക്കുമരുന്നുകളും എന്തെല്ലാം ദൂഷ്യഫലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത്. മദ്യം മയക്കുമരുന്നുകൾ ഒരു വ്യക്തിയെ മാത്രമല്ല സ്വാധീനിക്കുന്നത്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദൂഷ്യഫലങ്ങൾ നമ്മുടെ സമൂഹത്തെ പോലും കാർന്നു തിന്നുന്നു എന്നുള്ളതാണ് നരബലി പോലെയുള്ള ദൂഷ്യഫലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടത്തപ്പെടുന്നത് കൊണ്ട് ഇടയായി തീർന്നത്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ കൊല്ലത്തെ ചടയമംഗലത്ത് നിന്ന് ഒരു സഹോദരി ഓൺലൈൻ മീഡിയയിലേക്ക് കടന്നു വന്നിട്ട് പറയുവാൻ ഇടയായി തീരുകയാണ്, എന്റെ വീട്ടിൽ നാരീ പൂജ നടക്കുന്നു, നഗ്നപൂജ നടക്കുന്നു എന്നുള്ള ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവം ആ സഹോദരി പറയുവാൻ ഇടയായി തീർന്നു. സോഷ്യൽ മീഡിയയിലൂടെ ആ സഹോദരി പുറത്തു വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ ഭവനത്തിൽ ജബാർ എന്നറിയപ്പെടുന്ന ഒരു മന്ത്രവാദി കടന്നു വന്നിട്ട് സിദ്ദിഖ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹായിയോടൊപ്പം ഷാജു എന്നറിയപ്പെടുന്ന തന്റെ ഭർത്താവിനെയൊക്കെ സ്വാധീനിച്ച് എന്റെ അമ്മായിയമ്മയും ബന്ധുമിത്രാദികളും എല്ലാം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്നുകൊണ്ട് അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ എന്നെ നഗ്നയാക്കി പൂജ നടത്തുന്ന ഒരു പ്രവൃത്തി എന്റെ ഭവനത്തിൽ നടക്കുന്നു എന്ന് ചടയമംഗലത്തിലുള്ള ഒരു പ്രിയ സഹോദരി സോഷ്യൽ മീഡിയയിലൂടെ പറയുവാൻ ഇടയായി തീർന്ന ചരിത്രവും നമ്മൾ ഞെട്ടലൂടെയാണ് കേൾക്കുവാൻ ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, ചടയമംഗലം പോലീസിന്റെ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ചടയമംഗലത്ത് നടക്കുന്ന ഈ നാരീ പൂജ അഥവാ നഗ്നപൂജ, അതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പൂജാരിയാകുന്ന ജബ്ബാറും തന്റെ സഹായിയാകുന്ന സിദ്ദിഖും തന്റെ സ്വന്തം ഭർത്താവ് ഷാജുവും തന്റെ അമ്മായിയമ്മയും ബന്ധുമിത്രാദികളും ഒക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി തീർന്നുകൊണ്ട് ആ ഒരു സഹോദരിയെ നഗ്നയാക്കി പൂജ നടത്തി അവളിൽ ആനന്ദം കണ്ടെത്തുന്ന വളരെ കിരാതമായ ഒരു സംസ്കാരത്തിലേക്ക് കേരളത്തിന്റെ ഭാഗം കടന്നു പോകുന്നു എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. എന്തിനേറെ ചിന്തിക്കുന്നു, കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ഏറ്റവും പ്രശസ്തമായ തൊട്ടടുത്ത സ്ഥലമുള്ള കൊട്ടാരക്കര. ആ കൊട്ടാരക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആശ്രയമായിരുന്ന ഡോക്ടർ വന്ദനാദാസ് എന്നറിയപ്പെടുന്ന 23കാരിയായ ഒട്ടനവധി ഭാവിയും ഒക്കെ ഉണ്ടായിരുന്ന വന്ദനാദാസ്, ആ വന്ദനാദാസിനെ 23 വയസ്സുള്ള വന്ദനാദാസിനെ നമ്മുടെ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ വെച്ച് സന്ദീപ് എന്നറിയപ്പെടുന്ന ചെറുപ്പക്കാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു നല്ല അധ്യാപകനുമാണെന്നാണ് നമ്മൾ വാർത്തകളിലൊക്കെ കാണുവാൻ ഇടയായി തീർന്നത്. സന്ദീപ് എന്നറിയപ്പെടുന്ന ഒരു അധ്യാപകൻ മദ്യപിച്ച് ലക്കുകെട്ട് ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് വന്ന സന്ദീപ് പോലീസുകാരൊക്കെ നോക്കി നിൽക്കുമ്പോൾ വളരെ വയലന്റ് ആയിട്ട് ഈ സന്ദീപ് ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം കടന്നു പോകുവാൻ വേണ്ടി ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദൂഷ്യഫലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമി ദിനപത്രത്തിൽ കരയുന്ന പാവക്കുട്ടികൾ എന്നറിയപ്പെടുന്ന ഭാഗത്തിലൂടെ ഒരു ആർട്ടിക്കിൾ പുറത്തു വരുവാൻ ഇടയായി തീർന്നത് ഞാൻ ശ്രദ്ധിക്കുവാൻ ഇടയായി തീർന്നു. മാതൃഭൂമി ദിനപത്രത്തിൽ ആ ആർട്ടിക്കിൾ നിങ്ങളൊക്കെ വായിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ മാതൃഭൂമി ദിനപത്രത്തിൽ ഇതിന്റെ താളുകളിൽ ഈ വാർത്തകൾ വന്നിരുന്നു. കരയുന്ന പാവക്കുട്ടികൾ എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് മാതൃഭൂമി ദിനപത്രത്തിൽ
പത്രത്തിന്റെ താളുകളിലൂടെ കരയുന്ന പാവക്കുട്ടികൾ എന്നറിയപ്പെടുന്ന ഭാഗത്തിലൂടെ മാതൃഭൂമി ലേഖകൻ പുറത്തുവിടുവാൻ ഇടയായി തീർന്നത്. മദ്യവും മയക്കുമരുന്നുകളും നമ്മുടെ കുടുംബത്തിൽ വരുത്തുമ്പോൾ അതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മുടെ കുട്ടികളിൽ പോലും ഉണ്ടാക്കുന്ന ഫലമാണ് അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, കരയുന്ന പാവക്കുട്ടികൾ എന്നറിയപ്പെടുന്ന ആ ലേഖനത്തിൽ ഞാൻ വായിച്ചത്, ലേഖകൻ അതിനെ കരയുന്ന പാവക്കുട്ടി എന്ന് പേരിടുവാൻ കാരണമെന്ന് പറയുന്നത്, അവൻ ഓർഫനേജിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദൂഷ്യഫലം നിമിത്തം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞ്, ആരെയും ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കുഞ്ഞ്, ആരിലും തന്റെ സ്വന്തം പ്രശ്നങ്ങൾ പറയുവാൻ മടിക്കുന്ന ഒരു കുഞ്ഞ്, അവസാനം അവിടെ ഉണ്ടായിരുന്ന വളരെ വൃത്തികെട്ട, വളരെ ഭംഗിയില്ലാത്ത, അഴുക്കൊക്കെ പിടിച്ചൊരു പാവയെ കൂട്ടുപിടിച്ചിട്ട് അവിടെ നോക്കുമ്പോൾ ആയ നോക്കുമ്പോൾ കാണുന്നത് ആ കുഞ്ഞ് ഈ പാവയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ആ പാവയോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ആ പാവയോട് കരയുന്ന, ആ പാവയുടെ മുമ്പിൽ നിന്ന് കരയുന്ന ഒരു കുഞ്ഞിനെ അദ്ദേഹം കാണുകയാണ് ആയ. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, കുറെ കഴിഞ്ഞതിന് ശേഷം ആ കണ്ണിൽ നിന്ന് ധാരധാരയായി ആ കണ്ണുനീരൊഴുകിയതിനു ശേഷം ആ പാവയെ കെട്ടിപ്പിടിച്ച് അവൻ ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി കഴിയുകയാണ്. ആ കുഞ്ഞിന്റെ ചരിത്രം കേട്ടുകൊണ്ടാണ് കരയുന്ന പാവക്കുട്ടികൾ എന്നറിയപ്പെടുന്ന ഒരു ലേഖനത്തിന്റെ ടൈറ്റിൽ തന്നെ അതിന്റെ ലേഖകൻ കൊടുക്കുവാൻ ഇടയായി തീർന്നത്. ആ ആയ കാണുമ്പോൾ, ആ ആയ പാവയെ നോക്കുമ്പോൾ അവൻ കാണുന്നത് കുഞ്ഞിന്റെ കണ്ണിൽ നിന്ന് ഒഴുകി വരുന്ന കണ്ണുനീർ പാവയുടെ കണ്ണിലൂടെയും ഒഴുകി പാവ പോലും കരയുകയാണോ, സംസാരിക്കുവാൻ ശേഷിയില്ലാത്ത നിർജീവമായ പാവ പോലും കരയുകയാണോ എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മദ്യവും മയക്കുമരുന്നുകളും നിമിത്തം സ്വന്തം അമ്മയുടെ രണ്ടാനച്ഛനിൽ നിന്ന് മൃഗീയമായ ലൈംഗിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കുഞ്ഞായിരുന്നു അതെന്ന് പറയുന്നത്. അത് മാത്രമല്ല, അന്ന് തന്നെ ആ പത്രത്തിന്റെ താളുകളിൽ ഞാൻ വായിച്ചൊരു ചരിത്രമാണ്. നമ്മുടെ ചെങ്ങന്നൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അവൻ ജന്മം കൊടുത്ത സ്വന്തം പിതാവ് തന്നെ സ്വന്തം 9ാം ക്ലാസ്സുകാരിയെ ഗർഭിണിയാക്കി ആ സഹോദരി, ആ പെൺകുഞ്ഞ് ഒരു HIV പേഷ്യന്റായി മാറി എന്നുള്ള ചരിത്രവും നമ്മൾ അവിടെ കാണുവാൻ വേണ്ടി കഴിയുകയാണ്. പോലീസുകാർ ആ മനുഷ്യനോട് ചോദിച്ചപ്പോൾ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം മകൾ അവൾ ഗർഭിണിയാകുക, അവൾ ഒരു HIV രോഗിയായി മാറുക എന്നൊക്കെ പറയുന്നത് എത്ര കിരാതമായ ഭാഗമാണെന്ന് ആ പിതാവിനോട് ചോദിക്കുമ്പോൾ പോലീസുകാരോട് അദ്ദേഹം പറഞ്ഞത്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമസ്ഥത്തിലായ എനിക്ക് അതൊരു വലിയ പാപമായി തോന്നുന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദൂഷ്യഫലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടയാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുവാൻ CEM ക്രൈസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് അസംബ്ലി ഇവിടെ മുന്നോട്ട് കടന്നു വന്നിരിക്കുകയാണ്. എല്ലാ ഭാഗങ്ങളിലും ഇതിനെല്ലാം ഒരു റാഡിക്കേഷൻ സൊല്യൂഷൻ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിൽ വിമുക്തി എന്നറിയപ്പെടുന്ന ഭാഗത്ത് മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശങ്ങൾ, കൗൺസിലിംഗുകൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുകയാണ്. നമ്മുടെ സമൂഹത്തിൽ മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിച്ച് നമ്മുടെ കുടുംബത്തിന്റെ അസ്ഥിരതകൾ, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷങ്ങളൊക്കെ കടന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞങ്ങളെ കാണുവാനും ഗവൺമെന്റ് തലങ്ങളിൽ മുക്തി എന്നറിയപ്പെടുന്ന, വിമുക്തി എന്നറിയപ്പെടുന്ന മേഖലകളിൽ കൗൺസിലിംഗുകൾക്ക് വിധേയമാക്കുവാനും ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമല്ല, പ്രൈവറ്റ് തലത്തിലും ഗവൺമെന്റ് തലത്തിലുമൊക്കെ അനേക ചികിത്സാ രീതികൾ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ നമ്മുടെ ഗവൺമെന്റ് തലങ്ങളിൽ ഉണ്ട് എന്നുള്ള വസ്തുത ഞങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചറിയിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഗവൺമെന്റ് തലത്തിലുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമുക്തിയുടെ ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്നത് ചാത്തന്നൂരിലുള്ള സാലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് എന്നുള്ള വസ്തുത ഞങ്ങൾ ഈ തരുണത്തിൽ നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും ആരെങ്കിലും അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് തലങ്ങളിലുള്ള ഈ ആരോഗ്യ രംഗത്തുള്ള സംവിധാനങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും, നിങ്ങൾക്ക് തനിയെ പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കൺസൾട്ട് ചെയ്താൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നുമുള്ള വസ്തുത ഞങ്ങൾ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ജംഗ്ഷനിൽ തന്നെ അനേക രാഷ്ട്രീയ പ്രവർത്തകർ, എന്റെ സുഹൃത്തുക്കൾ തന്നെ ഇവിടെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നമുക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പൊതുവേദികളിലൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പൊതുവായി പറയത്തില്ല. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ അസന്ധിഗ്ധമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നാളത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്നത്തെ സ്കൂളുകളിലാണ്. നാളത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇന്നത്തെ സ്കൂളുകളിലാണ്. നാളത്തെ മെട്രോമാൻ എന്ന് പറയുന്നത് ഇന്നത്തെ സ്കൂളുകളിലാണ്. നാളത്തെ നല്ല നല്ല അധ്യാപകരാകേണ്ടുന്നവർ ഇന്നത്തെ സ്കൂളിലാണ്. നാളത്തെ നല്ല നല്ല എഞ്ചിനീയർമാരാകേണ്ടുന്ന
ആകേണ്ടുന്നവർ ഇന്നത്തെ സ്കൂളിലാണ്. നാളത്തെ നല്ല നല്ല വൈദികരാകേണ്ടുന്നവർ, പാസ്റ്റേഴ്സ് ആകേണ്ടുന്നവർ, സാമൂഹിക പ്രതിബദ്ധതയുള്ള ജനങ്ങൾ, അവരൊക്കെ ഇന്നത്തെ സ്കൂളുകളിലാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞ നിംഹാൻസ് എന്നറിയപ്പെടുന്ന സൊസൈറ്റിയുടെ റിപ്പോർട്ട്, അവൻ നമ്മുടെ ഗ്രാമത്തിൽ പോലും അതിന്റെ പ്രവർത്തനങ്ങൾ വന്നെത്തുവാനിടയായി തീർന്നു. അവർ പറഞ്ഞത് നമ്മുടെ സ്കൂളുകളിൽ പോലും 60% പറയുന്ന കുഞ്ഞുങ്ങൾ, 60% വരുന്ന കുഞ്ഞുങ്ങൾ ഒരു നേരമെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂൾ ശാസ്താംകോട്ടയിലാണ്. ആ ശാസ്താംകോട്ടയിലെ സ്കൂളിലടക്കം നമ്മുടെ കുന്നത്തൂരിലെ പല സ്കൂളുകളിലും ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ പാടിയതിനു ശേഷം സീറ്റ്സുകൾ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സ്കൂളുകളിലൊക്കെ സീറ്റ്സ് കൊടുക്കുന്ന സംവിധാനം നിർത്തുവാനിടയായി തീർന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന്? അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള നെടിയവള എന്നറിയപ്പെടുന്ന ഭാഗത്തുള്ളൊരു സ്കൂളിൽ അവൻ ഹാപ്പി ബർത്ത്ഡേ പാടിയതിനു ശേഷം കൊടുത്ത സീറ്റ്സ് കടിച്ച പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അവൻ ബോധരഹിതരായി വീണു എന്നുള്ളൊരു വസ്തുത നമ്മൾ മറന്നു പോകരുത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ബർത്ത്ഡേ പാർട്ടി പാടിയതിനു ശേഷം കൊടുക്കുന്ന സീറ്റ്സുകൾ പോലും അവൻ നിർത്തലാക്കുവാൻ വേണ്ടി ഇടയായി തീർന്നത്. ഇങ്ങനെയുള്ള ഒരു തലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയണം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പണ്ടൊക്കെ ഇത് മദ്യവും ചാരായവും കഞ്ചാവും ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇത് സുലഭമായി നിൽക്കുന്ന MDMA എന്നറിയപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗ്സുകളുടെ ഒരു ഉപയോഗം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഒരു തരിക്ക് 2000-ലധികം രൂപയുള്ള ഒരു തരിയിട്ട് കഴിഞ്ഞാൽ, നാക്കിലിട്ട് കഴിഞ്ഞാൽ ദിവസങ്ങളോളം അവൻ ആരെന്ന് മനസ്സിലാക്കാതെ, അപ്പനാര് അമ്മയാര്, സമൂഹം എന്ത്, സ്കൂൾ എന്ത്, വിദ്യാഭ്യാസം എന്തെന്ന് മനസ്സിലാക്കാതെ അവൻ സ്കൂളുകളിൽ കറങ്ങിയിരിക്കുവാൻ കഴിവുള്ള ഒരു സംവിധാനം സിന്തറ്റിക് ഡ്രഗ്സ് MDMA എന്നറിയപ്പെടുന്ന സംവിധാനം. ഒരു തരിക്ക് 2000-ലധികം രൂപയുള്ള MDMA, അതൊക്കെ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉദ്ബോധിപ്പിക്കേണ്ടുന്നത് ഓരോ ജനവിഭാഗത്തിന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന അവൻ ഈ ലോബികൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതിനെതിരെ പ്രാർത്ഥിക്കേണ്ടുന്നത്, ഈ കുഞ്ഞുങ്ങളെ ബോധവാന്മാരാക്കേണ്ടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗമാണ്. ആ ഭാഗത്ത് നിൽക്കുമ്പോൾ ക്രിസ്തുവാകുന്ന സ്നേഹം നിങ്ങളെ ഓരോരുത്തരെയും തൊടട്ടെ എന്നും, ക്രിസ്തുവാകുന്ന സ്നേഹം നിങ്ങളെയെല്ലാം വിടുവിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ പറയുന്നു, ക്രിസ്തു സ്നേഹമാകുന്നു. ക്രിസ്തുവാകുന്ന സ്നേഹം പാപത്തെ വെറുക്കുന്നു, മദ്യപാനത്തെ ഒക്കെ വെറുക്കുന്നു. എങ്കിലും അവൻ മദ്യപാനികളെയും മറ്റിതര അവൻ പാപത്തിനടിമപ്പെട്ട ആളുകളെയും സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ക്രിസ്തു സ്നേഹമാകുന്നു. സ്നേഹമാകുന്ന ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പാപമോചനം നേടുവാൻ, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, സമൂഹത്തിന് കൊള്ളാവുന്ന, അവൻ മാതാപിതാക്കൾക്ക് കൊള്ളാകുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തികളായി ജീവിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞങ്ങളെ ശ്രമിച്ച നല്ലവരായ പുന്നമൂട് നിവാസികൾക്ക് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷമയോടെ നമ്മുടെ ഈ സന്ദേശം ശ്രവിച്ച ക്ഷമയോടെ ഞങ്ങളുടെ സന്ദേശം ശ്രവിച്ച
സ്വാതന്ത്ര്യ ആശംസകൾ അർപ്പിക്കുന്നു. CMന്റെ നാട്ടിലേക്കൽ മൂവ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സന്ദേശ റാലിയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം ദേശനിവാസികളെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ യൗവനക്കാരെ കൂടാതെ ബാലികാരും കലാഹസ്തങ്ങളിൽ നിന്ന് മടക്കി കൊണ്ടുവരുന്നത് ഒരു ഇന്ത്യൻ പൗരന്മാരെന്നതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളാണ്. ഈ ദിവസങ്ങളിൽ രാജ്യം 28ാം സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന ഈ സമയത്ത് തികഞ്ഞുള്ള മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടിരിക്കുന്നവരെ മനോഭാവത്തോടെ മറ്റുള്ളവരെ നേർവഴിക്ക് നയിക്കുവാൻ നല്ലവരായ കിഴക്കേക്കര ദേശനിവാസികള് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അണിനിരക്കാം. ഈ സമയത്ത് ഗാനം പാടുക. ഈ കോടിക്കണക്കിന് രൂപ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ കർത്താവ്യ ദിവസത്തിൽ അങ്ങയുടെ നാമം ഈ ദേശത്ത് ഉയർത്തുവാൻ ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവ്യ ശബ്ദത്തിലേക്കടുത്ത് ദൈവത്തിന്റെ വചനം കേൾക്കപ്പെട്ട എല്ലാവരുടെയും അകത്തേക്കും അങ്ങ് നൽകുന്ന സമാധാനവും നിത്യശാന്തിയുടെയും പകരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശങ്ങളിൽ നിന്ന് ആത്മഹത്യകൾ വഴിമാറട്ടെ. കർത്താവേ, നല്ല ധാർമ്മിക മൂല്യമുള്ള ജീവിതം കാഴ്ചവെക്കുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കേണ്ടതിനായി പിതാവായ ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദേശത്ത് ബിസിനസ് ചെയ്യുന്ന ഇവിടെ പാർക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. ദൈവിക സമാധാനം
ആ കൊടിയെടുത്തില്ല. ഇത് കൊടുത്തടാ, ആർക്കെങ്കിലും കൊടുക്കും. മഴ പെയ്യില്ല. ഈ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ഈ ദേശനിവാസികളോട് ഞങ്ങൾക്ക് വിളിച്ചറിയിക്കുവാനുള്ളത് ഇതിൽ നിന്നുമുള്ള ഒരു വിമുക്തിയാണ്. ആയതുകൊണ്ട് അല്പസമയം സന്ദേശത്തിലേക്ക് അറിയിക്കുവാനായിട്ട് കഥാവദാസൻ ബിജു കൃഷ്ണനെ ക്ഷണിക്കുക. കൈതക്കോട് ദേശത്തെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് സുഹൃത്തുക്കൾ, നല്ലവരായ നാട്ടുകാർ എല്ലാവരും ആഘോഷിക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ പുഞ്ചിരിമിറ്റ, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നീ ദേശങ്ങളിൽ ഏകദേശം 500-ലധികം ആളുകൾ ഒറ്റ രാത്രി കൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാൻ ഇടയായി തീർന്നു. വയനാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് എല്ലാവിധ അനുശോചനങ്ങളും ഞങ്ങൾ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധമായ അനുശോചനങ്ങളും അറിയിക്കുന്നു. അവരുടെ അധിവാസത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ഗവൺമെന്റ്, വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാവരോടുമുള്ള ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഇത്തരുണത്തിൽ അറിയിക്കട്ടെ. രാജ്യം അതിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിൽ വളരെ അർത്ഥവത്തായ ഒരു സന്ദേശമാണ് CEM ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റിന് ഈ കൈതക്കോട് ദേശനിവാസികളോട് പറയുവാനുള്ളത്. സ്വാതന്ത്ര്യദിന ലഹരി വിരുദ്ധ സന്ദേശയാത്ര ബഹുമാന്യനാകുന്ന ശാസ്താംകോട്ട പോലീസ് ഇൻസ്പെക്ടർ ഷാനവാസ് സാർ ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത് അനേക ഗ്രാമങ്ങളിൽ സന്ദേശം അറിയിച്ചാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഈ കൈതക്കോട് ദേശത്തിൽ എത്തിച്ചേരുവാനിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, CEM ഉയർത്തുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, ആത്മഹത്യക്കെതിരെയുള്ള സന്ദേശയാത്ര എന്ന് പറയുന്നത്. ഇതിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന 1-2 സംഭവങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിന്റെ മുഖ്യ സന്ദേശത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മുടെ തൊട്ടടുത്തുള്ള തിരുവല്ല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് തോമസ് എന്നറിയപ്പെടുന്ന 69 വയസ്സുള്ള ഒരു വ്യക്തിയും ലിജി തോമസ് എന്നറിയപ്പെടുന്ന തന്റെ ഭാര്യ 63-കാരിയും വേഗൽ എന്നറിയപ്പെടുന്ന തിരുവല്ലയ്ക്ക് അടുത്തുള്ള പട്ടണത്തിനടുത്തുള്ള വേഗൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അവർ ഓടിച്ചിരുന്ന കാർ കത്തി മരിക്കുവാനിടയായി തീർന്നത്. ഈ പ്രിയപ്പെട്ടവർ ദമ്പതികളാണ് എന്നുള്ള വസ്തുത നമുക്ക് പത്രങ്ങളിലൂടെ അറിയുവാൻ സാധിച്ചു. ദമ്പതികളായി പ്രിയപ്പെട്ടവർ ഈ ലോകത്തു നിന്ന് സ്വന്തം കാർ കത്തി മരിക്കുവാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവരുടെ ആത്മഹത്യാക്കുറിപ്പിലൂടെ നമ്മൾ അറിഞ്ഞത് ഇങ്ങനെയാണ്. സ്വന്തം മകൻ മദ്യത്തിനും മയക്കുമരുന്നിനും, ഒരേ ഒരു മകൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടതുകൊണ്ട് അവന്റെ ചികിത്സകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അവർ അധ്വാനിച്ചതെല്ലാം വിറ്റ് മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന് സ്വന്തം മകനെ പുറത്തു കൊണ്ടുവരുവാനുള്ള കൗൺസിലിങ്ങുകളും ചികിത്സകളും എല്ലാം പരാജയപ്പെട്ട് വീണ്ടും വീണ്ടും അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ എല്ലാ പ്രത്യാശയും അവർ സ്വയം കത്തി ഈ ലോകത്തോട് വിട പറയുവാനിടയായി തീർന്നു. ഇതാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന ദുരന്ത ഫലങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു മരണമുണ്ടായാൽ സമൂഹം അധ്വാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർന്നല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പല കുടുംബങ്ങളിലും ഭക്ഷണത്തിന് പൈസയില്ല, ചികിത്സയ്ക്ക് പൈസയില്ല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പൈസകളില്ല. എന്നാൽ മദ്യപിച്ച് ലക്ക് കിട്ടുവാൻ ഇഷ്ടംപോലെ പൈസകൾ കണ്ടെത്തുന്ന ഒരു ജനസമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല സ്വാധീനിക്കുന്നത്, അതൊരു സമൂഹത്തെയും കുടുംബത്തെയും ഒക്കെ ബാധിക്കുന്നു എന്നുള്ള വസ്തുത നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുകയാണ്. നിങ്ങൾക്കറിയാം, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഇലന്തൂർ എന്നറിയപ്പെടുന്ന ദേശത്ത് കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ് നരബലി എന്നറിയപ്പെടുന്ന സംഭവം നമ്മൾ കേൾക്കുവാൻ ഇടയായി. ഷാഫി എന്നറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയുടെ നേതൃത്വത്തിൽ ഭഗവത് സിംഗ് എന്നും ലൈല എന്നും അറിയപ്പെടുന്ന കഴിക്കുന്നത് പോലെ നമ്മൾ ചിക്കനും മട്ടനും ഒക്കെ പാചകം ചെയ്ത് കഴിക്കുന്നത് പോലെ പാചകം ചെയ്ത് കഴിക്കുവാനുള്ള ഒരു ചേതോവികാരം പത്തനംതിട്ട പോലീസിന്റെ ഭഗവത് സിംഗും ലൈലയും ഒക്കെ മദ്യപാനത്തിനും
മയക്കുമരുന്നുകൾക്കും ഒക്കെ അടിമകളായിരുന്നു എന്നുള്ള വസ്തുതയാണ് നമുക്ക് തിരിച്ചറിയുവാൻ വേണ്ടി ഇടയായി തീരുന്നത്. ഇതൊക്കെയാണ് മദ്യവും മയക്കുമരുന്നുകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന തിക്തമായ ഫലങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നിംഹാൻസ് എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ ബേസ്ഡ് ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ സമൂഹത്തിലെ ഗ്രാമാന്തരങ്ങളിലെ സ്കൂളുകളിൽ നടത്തിയ ഒരു പഠനത്തിന്റെ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് ഇങ്ങനെയാണ്. നമ്മുടെ സ്കൂളുകളിൽ ഏകദേശം +2 വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ ഈ കൈതക്കോട് ഉള്ള ഗ്രാമത്തിലുള്ള സ്കൂളുകൾ വരെ അവർ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഏകദേശം 60% വരുന്ന കുഞ്ഞുങ്ങൾ ഒരു നേരമെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ ഞങ്ങളോട് വേണം ഈ കാലഘട്ടത്തിൽ അറിയുവാൻ വേണ്ടി. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, പണ്ട് നമ്മുടെ ഗവൺമെന്റ് സൈറ്റുകളിലൊക്കെ മദ്യം ഉപയോഗിക്കുന്നവരുടെ വയസ്സെന്ന് പറയുന്നത് 20ഉം 15ഉം ഒക്കെ വയസ്സായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ പോലും മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്നു എന്നുള്ള വസ്തുത ഞങ്ങളോട് വേണം നമ്മൾ കൈതക്കോട് നിവാസികൾ തിരിച്ചറിയേണ്ടുന്നത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തമായ ഫലങ്ങൾ നമ്മുടെ കുടുംബത്തെ കാർന്നു തിന്നുന്നു. അമ്മമാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ കണ്ണുനീരോടെ കഴിയേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ CM ഉയർത്തുന്ന മുദ്രാവാക്യം സന്ദേശം എത്ര അർത്ഥവത്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഇതിന് പ്രതിവിധി എന്ന് പറയുന്നത്? ഗവൺമെന്റിന്റേതാകുന്ന അനേക സംവിധാനങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള ചാത്തന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇതിന് ഫ്രീ ആയിട്ട് ചികിത്സ നമുക്ക് ലഭിക്കുന്നുണ്ട്. അനേക കൗൺസിലിംഗ് സെന്ററുകൾ വിമുക്തി എന്നറിയപ്പെടുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ നല്ലതുവണ്ണം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അർത്ഥവത്തായ കാര്യമാണ്. എല്ലാ മാർഗത്തിനും അവരുടേതായ ചില അനുഭവങ്ങളും സൊല്യൂഷനുകളും ഒക്കെ ഈ സമൂഹത്തിൽ മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ പറയുവാനുണ്ടായിരിക്കും. അത്തുരണത്തിൽ ബൈബിൾ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക്, യേശു ക്രിസ്തു ഏക രക്ഷിതാവെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഇന്നൊരു പകലിൽ ഈ സമൂഹത്തോട് പറയുവാനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നുകളിൽ നിന്നും ആത്മഹത്യകളിൽ നിന്നുമുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് കർത്താവായ യേശു കർത്താവാണ്. 1 തിമോത്തിയോസ് 1:12 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിന്റെയും കൽപ്പന പ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും കനിവും ഉണ്ടാകട്ടെ എന്ന് വായിക്കുന്ന വേദഭാഗങ്ങളുടെ അർത്ഥങ്ങൾ ഇന്ന് പകലിൽ ഈ സമൂഹത്തിലും വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ക്രിസ്തു ലോകത്തിന്റെ പ്രത്യാശയാണ്. പ്രിയപ്പെട്ടവരെ, കൈതക്കോട് നിവാസികളെ, ഞങ്ങൾ അസന്ധിഗ്ധമായി പറയട്ടെ, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പറയട്ടെ, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നുകളിൽ നിന്നും വലയുന്ന ഒരു പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മദ്യത്തിലും മയക്കുമരുന്നിലും അമർന്ന് അവൻ സഹായമില്ലാതെ വലയുന്നു എന്നുണ്ടെങ്കിൽ അവരെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് യേശു കർത്താവാണ്. He is the hope of the world. അവൻ മനുഷ്യനെ ഹോപ്പ് നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒന്നത്രേ ക്രിസ്തു എന്ന് പറയുന്നത്. Men found hope of moral victory എന്ന് നമുക്ക് ആദ്യം കാണുവാൻ വേണ്ടി കഴിയുകയാണ്. അസാൻമാർഗികമാകുന്ന മേഖലകളിൽ മനുഷ്യന് ഹോപ്പ് നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒന്നുണ്ടെങ്കിൽ അത് കർത്താവായ യേശു കർത്താവാണ്. മദ്യവും മയക്കുമരുന്നിന്റെയും രീതി എന്ന് പറയുന്നത് പണ്ട് നമ്മൾ കേട്ട് കേൾവിയുണ്ടായിരുന്ന ചാരായം, കള്ള്, കഞ്ചാവ് തുടങ്ങിയ മേഖലകളിലൂടെയല്ല ഇന്നത്തെ നമ്മുടെ യുവതലമുറ കടന്നു പോകുന്നത് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഇമ്മോറലായ ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ യുവതലമുറകൾ കടന്നു പോകുമ്പോൾ ആ യുവതലമുറയെ മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ശക്തി യേശു കർത്താവിൻ്റെതാണ്. നിങ്ങൾക്കറിയാം, സിന്തറ്റിക് ഡ്രഗ്സുകളുടെ ഒരു ഉപയോഗമാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വ്യാപനം എന്ന് പറയുന്നത്. ഒരു തരി നമ്മുടെ വായിലിട്ടാൽ 2000-ലധികം രൂപ കൊടുത്ത് ഒരു തരി വായിലിട്ടാൽ MDMA എന്നറിയപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗ്സുകൾ ഒന്നും അറിയാതെ നമ്മുടെ സമൂഹത്തിൽ അവൻ കഴിഞ്ഞുകൂടുവാൻ കഴിയുന്നൊരു വ്യവസ്ഥാപിത മേഖലയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. MDMA ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കഴിഞ്ഞ ദിവസം മെഡിസിറ്റി മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം ഡോക്ടർ മർത്തോമ സഭായോഗത്തിൽ അദ്ദേഹത്തിന്റെ കൗൺസിലിംഗ് സെക്ഷനിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: 2000 രൂപയ്ക്ക് ഒരു തരിയിട്ട് നാവിലിട്ടുകൊണ്ട് ഈ ലോകത്തിന്റെ ഒന്നും അറിയാതെ നടക്കുന്ന ഒരു യുവതലമുറ, ഒരു ചെറുപ്പക്കാരൻ, അവൻ ലൈംഗികമായി ഉപയോഗിക്കുവാൻ ശ്രമിച്ചത് സ്വന്തം അമ്മയായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വസ്തുത. തന്റെ അടുത്ത് ചികിത്സിക്കുവാൻ വേണ്ടി കടന്നു വന്നൊരു കുടുംബത്തിന്റെ ധീരരോധനം നമ്മുടെ മെഡിസിറ്റി മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം ഡോക്ടർ ഈ സമൂഹത്തോട് വിളിച്ചു പറയുവാനിടയായി.
ഇടയായി തീരുകയാണ്. അങ്ങനെ ഇമ്മോറലായ ആക്ടിവിറ്റീസ് കൊണ്ട് അപ്പനാരെന്നോ അമ്മയാരെന്നോ ആരാണ് തന്റെ ലൈംഗിക തീഷ്ണതയ്ക്ക് ഇരയാകുന്നതെന്നോ അറിയാൻ കഴിയാതെ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെ വെടിവെക്കുവാൻ കഴിവുള്ളൊരു ശക്തിയുണ്ടെങ്കിൽ അത് യേശു കർത്താവിന്റെ ശക്തിയാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഒരു ദിവസം മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും ചെലവാക്കുന്ന ഒരു സമൂഹത്തോട് അസന്ധിഗ്ധമായി ഞങ്ങൾ പറയട്ടെ, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ഒരു വിടുതൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ആവശ്യമാണെങ്കിൽ സ്നേഹമാകുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. തന്റെ ഏകജാതനാകുന്ന വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച സ്നേഹമാകുന്ന ക്രിസ്തുവിനെ അവൻ പിൻപറ്റുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ക്രിസ്തു ലോകത്തിന്റെ പ്രത്യാശയാണ്. പ്രിയപ്പെട്ടവരെ, മാനവ കുലത്തിന് സർക്കംസ്റ്റാൻസസിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് പ്രത്യാശ നൽകുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് യേശു കർത്താവാണ്. നിങ്ങൾക്കറിയാമോ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കേരളത്തിൽ ഇന്ത്യയിൽ നടത്തിയ ഒരു പഠനം 2023 കാലങ്ങളിലെ സൂയിസൈഡിന്റെ കണക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനിടയായി തീരും. അതിന്റെ കണക്കനുസരിച്ച് 2022 ഇന്ത്യ മഹാരാജ്യത്ത് സൂയിസൈഡ് ചെയ്യപ്പെട്ട ജനവിഭാഗത്തിന്റെ കണക്കെന്ന് പറയുന്നത് 2 ലക്ഷത്തിലധികം ആളുകളാണ്. ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡുകൾ നടക്കുന്നത് മറ്റു ചില സംസ്ഥാനങ്ങളിലാണെങ്കിൽ കേരളം എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം സംസ്ഥാനം സൂയിസൈഡൽ ടെൻഡൻസികളിലും സൂയിസൈഡൽ റേറ്റിലും 4ാം സ്ഥാനത്താണെന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. എന്താണ് സൂയിസൈഡിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഓരോ വർഷം കഴിയുമ്പോൾ 10% വീതം വർദ്ധിക്കുന്ന ഒരു കണക്കിലേക്ക് സൂയിസൈഡിന്റെ കണക്ക് കേരളത്തിലും ഇന്ത്യയിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രശ്നത്തിൽ ഏറ്റവും വലിയ കാരണം എന്താണ്? മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും അമിതമായ ഉപയോഗം. അങ്ങനെ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം നിമിത്തം കുടുംബ പ്രശ്നങ്ങളും മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്വഭാവങ്ങളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ സൂയിസൈഡുകൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സൂയിസൈഡൽ ടെൻഡൻസികളിൽ നിന്ന് മാനവകുലത്തെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ശക്തിയുണ്ടെങ്കിൽ അത് യേശു കർത്താവാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ മദ്യവും മയക്കുമരുന്നുകളും സൂയിസൈഡുകൾ ടെൻഡൻസികളും ഒക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ യേശു കർത്താവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലയിലെ പത്തനാപുരം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നമുക്കൊരു ആതുര സേവന രംഗം കാണുവാൻ വേണ്ടി സാധിക്കും. പുനലൂർ സോമരാജൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സോമരാജൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആതുര സേവന രംഗമാകുന്ന ഗാന്ധി ഭവൻ നമുക്കൊക്കെ സുപരിചിതമായ ഒരു സ്ഥാപനമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാകുന്ന കൊട്ടാരക്കരയിൽ ആരംഭിച്ച് പത്തനാപുരത്ത് വ്യാപരിച്ചു കിടക്കുന്ന പതിനായിരങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന പതിനായിരക്കണക്കിന് ജീവിതങ്ങൾക്ക് അപ്പനായി അമ്മയായി വർദ്ധിക്കുന്ന പുനലൂർ സോമരാജൻ സർ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാതൃഭൂമി ദിനപത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റുകളിൽ എനിക്ക് വായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സൺഡേ സപ്ലിമെന്റിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: താൻ കൊട്ടാരക്കരയിൽ നിന്ന് പത്തനാപുരത്തേക്ക് ഈ സെന്റർ മാറ്റുമ്പോൾ തന്റെ കുടുംബത്തിലുണ്ടായിരുന്ന കുടുംബ സ്വത്തുക്കളും വസ്തുവകകളും എല്ലാം വിട്ട് പതിനായിരക്കണക്കിന് പ്രിയപ്പെട്ടവരെ അദ്ദേഹം സംരക്ഷിക്കുന്ന ഒരു കാലഘട്ടം. എല്ലാം വിട്ടിട്ട് അവസാനം കടക്കാർ തനിക്ക് ഭക്ഷണം കൊടുക്കാതെ, പ്രൊവിഷൻ കൊടുക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരു നാൾ തന്റെ സ്വന്തം മക്കളെ അദ്ദേഹം പലചരക്ക് കടയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടെ നിന്ന് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി താൻ ശ്രമിക്കുകയാണ്. പലചരക്ക് കടക്കാരൻ കൊടുത്തുവെങ്കിലും അതിനോടൊപ്പം ഒരു ചെറിയ ചുറ്റും അദ്ദേഹം കൊടുത്തു വിടുവാനിടയായി. നാളെ മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവൻ ഇങ്ങനെ തെണ്ടി ജീവിക്കുവാൻ വേണ്ടി വിടരുത് എന്നുള്ളതായിരുന്നു ആ കുറിപ്പ് എന്ന് പറയുന്നത്. അത് കണ്ടിട്ട് സ്വന്തം ഭാര്യ തീരുമാനിക്കുകയാണ്. ആയിരക്കണക്കിന് അഗതികളുടെ അമ്മ തീരുമാനിച്ചു, ഇങ്ങനെ എന്തിനാണ് ജീവിക്കുന്നതെല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് മരിക്കാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അദ്ദേഹം അഗതി മന്ദിരത്തിൽ അഗതികളെ ഒക്കെ നോക്കിയിട്ട് കടന്നു വരുന്ന സമയം, അർദ്ധരാത്രി കടന്നു വരുന്ന സമയത്ത് സ്വന്തം 2 കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് തന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു: ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം, മരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചു മരിക്കാം. അദ്ദേഹം ആവുന്നിടത്തോളം ശ്രമിച്ചു തന്റെ ഭാര്യയിൽ നിന്ന് സൂയിസൈഡ് എന്നറിയപ്പെടുന്ന വികാരത്തെ മാറ്റുവാൻ. പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹവും തീരുമാനിക്കുകയാണ് ഒന്നിച്ചു മരിക്കുവാൻ വേണ്ടി. അതിനുള്ള എല്ലാ
ക്രമീകരണങ്ങളും അവർ ചെയ്തിട്ട് ടൈം സെറ്റ് ചെയ്ത് അവർ ഇരിക്കുന്ന വേളയിൽ രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതി വീഴുവാനിടയായി തീർന്നു. ഇത് ഞാൻ വായിക്കുന്നത് സൺഡേ സപ്ലിമെന്റ് മാതൃഭൂമി ദിനപത്രത്തിലാണ്. ഇതൊരു കെട്ടുകഥയല്ല. അദ്ദേഹം നാണക്കേടില്ലാതെ എങ്ങനെയാണ് പറഞ്ഞത്, ഇന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യക്തി ജീവിതങ്ങൾക്ക് പത്തനാപുരത്തിന്റെ മണ്ണിൽ, അഗതികളുടെ മണ്ണിൽ അവൻ അപ്പനായി അമ്മയായി വർദ്ധിക്കുവാൻ എനിക്ക് കഴിയുന്നത് ആ മരിക്കുവാൻ തീരുമാനിച്ച അർദ്ധരാത്രി ഒരു തണുത്ത കരം എന്റെ മുഖത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. എന്റെ മുഖത്തിൽ അത് തൊട്ടിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സോമരാജൻ, നീ മരിക്കേണ്ടുന്നവനല്ല, ഇനിയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജീവിതങ്ങൾക്ക് നീ ജീവൻ കൊടുക്കേണ്ടുന്നവനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എനർജി കൊടുത്ത്, പ്രത്യാശ കൊടുത്ത്, ഹോപ്പ് കൊടുത്ത് അവൻ നിലനിർത്തിയ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു കർത്താവിന്റെ നാമമാണ്. അവൻ അദ്ദേഹം മാതൃഭൂമി ദിനപത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റിൽ നാണക്കേടില്ലാതെ ഇങ്ങനെ പറഞ്ഞു, മരണത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് എന്നെ വിടിവിച്ച ആ നാമം എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ നാമമാണ്. മദ്യം, മയക്കുമരുന്നുകൾ, അവൻ കൊലപാതകങ്ങൾ, ശ്രീസേടികൾ വർദ്ധിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളും ഇതൊക്കെ അവൻ വലട്ടുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വിടിവിക്കുവാൻ കഴിവുള്ള സത്യദൈവമാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഞങ്ങൾ മതം മാറ്റത്തിന്റെ വ്യക്താക്കളാണെന്ന്. മതം മാറിയത് കൊണ്ട് ഒരുവൻ രക്ഷിക്കപ്പെടുന്നില്ല. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഞങ്ങൾ പേരുമാറ്റത്തിന്റെ വ്യക്താക്കളാണെന്ന്. പേര് മാറ്റിയത് കൊണ്ട് ഒരുവൻ രക്ഷിക്കപ്പെടുന്നില്ല. ഒരു NSS നായർ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ബിജു കൃഷ്ണന് ഇന്ന് രാത്രി, ഇന്ന് പകലിൽ ഇവിടെ നിന്നുകൊണ്ട് ജീവിക്കുന്ന യേശുവിനെ ഉയർത്തുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. ഈ യേശു കർത്താവിനെ അവൻ മഹാത്മാഗാന്ധിക്ക് ഇഷ്ടമായിരുന്നു. ഈ യേശു കർത്താവിനെ ആർഷഭാരത സംസ്കാരത്തിന്റെ മുനിശ്രേഷ്ഠനായിരുന്ന സ്വാമി വിവേകാനന്ദന് ഇഷ്ടമായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെയാണ് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്, അല്ലയോ മഹാത്മാവേ, നീ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എന്റെ ചങ്ങിലെ ചോര കൊണ്ടല്ല, എന്റെ സ്വന്തം ചങ്ങിലെ ചോര കൊണ്ട് ഞാൻ അങ്ങയുടെ കാൽപാദത്തെ തഴുകുമെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനും ഇന്ദിരാ മഹാത്മാഗാന്ധിക്കും അവൻ സാമൂഹിക പരിഷ്കർത്താക്കൾക്കുമൊക്കെ ഏറെ ഇഷ്ടമായിരുന്ന ഈ യേശു കർത്താവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. വാഗൊണ്ടേറ്റ് പറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, യേശുവാണ് ദൈവമെന്ന്. അതുകൊണ്ട് സകല പാപത്തിൽ നിന്നും വിടുവിക്കുവാൻ കഴിവുള്ള, മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അവൻ ആത്മഹത്യകൾക്കും പരിഹാരമാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, സമാധാനം പ്രാപിപ്പാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല നാളേക്കായി നമുക്കൊന്നിച്ച് നിൽക്കാം. ഈ സാമൂഹ്യ വിപത്തിനെ നമുക്കൊന്നിച്ച് നേരിടാം എന്നുള്ള പ്രതിജ്ഞയോടെ നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹിതർ, ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തിനെ കുറിച്ച്, അത് മദ്യമാണ്, അത് മയക്കുമരുന്നാണ് എന്ന് അസിദ്ധമായി വിളിച്ചറിയിക്കുവാൻ സമൂഹത്തിനെ കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവദാസൻ അടിക്കൂടെ അത് നന്നായിരിക്കുന്നു. Para
യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച എന്നിവയുടെ എല്ലാ പ്രവർത്തകരെയും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വയനാടിൻ്റെ ദുരന്തത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രിയപ്പെട്ടവർക്ക് CM ശൂർനാട് റീജിയൻ്റെ ഒരുപിടി അശ്രുപുഷ്പങ്ങൾ ഞങ്ങൾ ഇത്തരണത്തിൽ അറിയിക്കട്ടെ. വേദനയോടെ ദുഃഖത്തോടെ മുറിവേറ്റി കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശ റാലി ഞങ്ങൾ ഇന്ന് പകൽക്കാലം ശാസ്താംകോട്ടയിൽ നിന്ന് ആരംഭിച്ചാണ് മുക്കട ദേശത്ത് എത്തിച്ചേരുവാനിടയായി തീർന്നത്. ശാസ്താംകോട്ടയുടെ ബഹുമാന്യനാകുന്ന CI ശ്രീമാൻ ഷാനവാസ് സാർ ഉദ്ഘാടനം ചെയ്ത് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇതിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, ആത്മഹത്യക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശ യാത്രയാണ്. ഞാൻ അതിന് നിദാനമായിട്ട് 1-2 സംഭവങ്ങൾ പ്രധാനമായിട്ട് മയക്കുമരുന്നുകൾ നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന 1-2 കാര്യങ്ങളൊന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 2023 എൻ്റെ തൊട്ടടുത്ത ജില്ലയാകുന്ന ആലപ്പുഴയിലെ മാവേലിക്കര പുന്നമൂട് എന്നറിയപ്പെടുന്ന ദേശത്ത് ആനക്കൂട്ടിൽ എന്നറിയപ്പെടുന്ന പ്രശസ്തമായൊരു കുടുംബത്തിലെ മഹേഷ് എന്നറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ചെയ്ത കിരാതമായൊരു പ്രവൃത്തി കേട്ടാണ് 2023 ഒരു സുപ്രഭാതം പൊട്ടി ഉണരുവാനിടയായി തീർന്നത്. 2023 മാവേലിക്കര പുന്നമൂട്ടിൽ ആനക്കൂട്ടിൽ മഹേഷ് എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ടവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന നക്ഷത്ര എന്നറിയപ്പെടുന്ന തൻ്റെ 4ാം ക്ലാസ്സുകാരിയായ സുന്ദരിയായ തൻ്റെ മകളെ മദ്യപിച്ചിലേക്ക് കെട്ട് മധുന്മത്തനായി കടന്നു വന്നിട്ട് ഒരു കോടാലി കൊണ്ട് നക്ഷത്ര എന്നറിയപ്പെടുന്ന പെൺകുഞ്ഞിൻ്റെ സുന്ദരിയാകുന്ന ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന ആടാനും പാടാനും കഴിവുണ്ടായിരുന്ന നക്ഷത്ര എന്നറിയപ്പെടുന്ന സ്വന്തം കുഞ്ഞിനെ കോടാലി കൊണ്ട് തലക്കടിച്ച് നിഷ്ഠൂര്യമായി ലോകത്തോട് വിട പറയിപ്പിക്കുവാൻ ഇടയായി ചേർന്ന ആ ഒരു സംഭവം കേട്ടാണ് നമ്മൾ ഈ ലോകം ഉണരുവാനിടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, മാവേലിക്കലക്കാരൻ ആമേൻ സ്തോത്രം മഹേഷ് ഇങ്ങനെ ചെയ്യുവാനിടയായി തീർന്നതിൻ്റെ ചേതോ വികാരം എന്ന് പറയുന്നത്, മാവേലിക്കര പോലീസിൻ്റെ നിദാനം എന്ന് പറയുന്നത് മഹേഷ് മദ്യത്തിനും മയക്കുമരുന്നിനും ഒരു നിരന്തരമായ അടിമയാണ്. അതുകൊണ്ടാണ് ജനിച്ചു വളർത്തപ്പെട്ട സ്വന്തം കുഞ്ഞിനെ പോലും, നക്ഷത്ര എന്നറിയപ്പെടുന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ പോലും യമപുരിക്ക് അയക്കുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടാകാതിരുന്നത്. അതുമാത്രമല്ല, മദ്യവും മയക്കുമരുന്നുകളും തൻ്റെ കുടുംബത്തെ കാർന്നു തിന്നുന്നത് വഴി നക്ഷത്ര കൊല്ലപ്പെടുന്നതിന് ഏകദേശം ഒരു വർഷം മുമ്പ് സ്വന്തം മാതാവ്, നക്ഷത്രയുടെ സ്വന്തം മാതാവ്, മഹേഷിന്റെ സ്വന്തം ഭാര്യ ട്രെയിൻ തട്ടി ഈ ലോകത്തോട് വിട പറയുവാനിടയായി തീർന്നു. ജനങ്ങൾ പറയുന്നത് അതൊരു സൂയിസൈഡ് ആയിരുന്നു. കാരണം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ മഹേഷിന്റെ നിരന്തരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ സ്വന്തം ഭാര്യ ട്രെയിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, മദ്യവും മയക്കുമരുന്നുകളും മഹേഷിന് സമ്മാനിച്ചത് തീരാ നഷ്ടമാണ്.
എന്ന് നമുക്കറിയാം. തൻ്റെ ഭാര്യ ഈ ലോകത്തോട് വിട പറഞ്ഞു. സ്വന്തം കുഞ്ഞിനെ അദ്ദേഹം കൊല്ലുവാനിടയായി. അതിൻ്റെ ആ കോടതി വ്യാപാരങ്ങൾക്ക് വേണ്ടി നിരന്തരമൊക്കെ യാത്ര ചെയ്യുന്ന മഹേഷ്, ഞാൻ താമസിക്കുന്ന ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുകൂടെ ട്രെയിനിൽ ട്രെയിൻ യാത്ര ചെയ്തു പോകുമ്പോൾ അതിവേഗത്തിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് മഹേഷ് എടുത്തു ചാടി ട്രെയിനിന്റെ ചക്രങ്ങൾ കയറി ഇറങ്ങി തൻ്റെ ശരീരം ഛിന്നഭിന്നമായി പോകുന്ന ചരിത്രവും പിന്നീട് 2003 അവസാന നാളുകളിൽ നമുക്ക് കാണുവാനിടയായി തീർന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെയാണ് മദ്യവും മയക്കുമരുന്നുകളും ഒക്കെ ഒരു സമൂഹത്തിൽ വരുത്തുന്ന വിനയെന്ന് പറയുന്നത്. തീർന്നില്ല. നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് മദ്യം ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നു, ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നു. അത് മാത്രമല്ല, ഇതൊരു ദേശത്തെയും നശിപ്പിക്കുമെന്നുള്ളത് ഏറ്റവും അർത്ഥവത്തായ കാര്യമാണ്. കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, ഭാരതം എന്ന് കേട്ടാൽ ഉണരണം ചോരസിരകളിലെന്ന് കവി പാടിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ 100% സാക്ഷരതയാകുന്ന കേരളത്തിന്റെ ജനങ്ങൾ ഏറ്റവും വലിയ സമ്പന്നതയുടെ നാടാകുന്ന പത്തനംതിട്ടയിൽ എന്തൂരിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ, നരബലി നടന്നു എന്ന്. മുഹമ്മദ് ഷാബി എന്നറിയപ്പെടുന്ന മന്ത്രവാദി ഭഗവത് സിംഗ് എന്നും ലൈല എന്നും അറിയപ്പെടുന്ന ഒരു കുടുംബത്തെ സ്വാധീനിച്ച് 49 വയസ്സുള്ള രണ്ട് പ്രിയ സഹോദരിമാരെ യാതൊരു നിർദാക്ഷിണ്യം വെട്ടി നുറുക്കി അത് അവരുടെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് നമ്മുടെ കടകളിലും വീടുകളിലും ഒക്കെ നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്നത് പോലെ മഴശേഷ ശരീരം പാചകം ചെയ്ത് കഴിച്ച് യാതൊരു ചേതോ വികാരവുമില്ലാതെ ഈ ലോകത്തിൽ വിഹരിക്കുവാനിടയായി തീർന്നതിന്റെ കാരണം പത്തനംതിട്ട പോലീസ് പറഞ്ഞത് ഇതാണ്: മുഹമ്മദ് ഷാബി എന്നറിയപ്പെടുന്ന മന്ത്രവാദി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ മദ്യവും മയക്കുമരുന്നിന്റെയും സ്വഭാവം അദ്ദേഹം ഭഗവത് സിംഗിലും ലൈലയിലേക്കും ഇമ്പാർട്ട് ചെയ്യുവാനിടയായി തീർന്നു എന്നുള്ള വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, മദ്യവും മയക്കുമരുന്നുകളും ഒക്കെ ഈ ലോകത്ത് വരുത്തുന്ന നിരന്തരമായ പ്രശ്നങ്ങളുടെ ഒരു നേർചിത്രമാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വരച്ചു കാട്ടുവാനിടയായി തീർന്നത്. നിങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ പല സംവിധാനങ്ങൾക്കും ഇതിനെയൊക്കെ ഉന്മൂലനം ചെയ്യുവാനുള്ള, ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം വരുത്തുവാനുള്ള കാരണങ്ങളും സംവിധാനങ്ങളും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കേരളത്തിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ വിമുക്തി എന്നറിയപ്പെടുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോയ ജീവിതങ്ങൾക്ക് കൗൺസിലിങ്ങുകളും ട്രീറ്റ്മെന്റുകളും ഒക്കെ നൽകുന്ന സംവിധാനങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്, കേരളത്തിലുണ്ട്. വിശിഷ്യ കൊല്ലം ജില്ലയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോയ ജീവിതങ്ങൾ ഞങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൊല്ലം ജില്ലയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ചികിത്സ ലഭിക്കുന്ന സംവിധാനം ഉള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള ചാത്തന്നൂരിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. ചാത്തന്നൂർ താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ കടന്നുപോയാൽ വിമുക്തിക്ക് എന്നറിയപ്പെടുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെയുള്ള നല്ല ട്രീറ്റ്മെന്റുകൾ ലഭിക്കുവാൻ, നല്ല കൗൺസിലിങ്ങുകൾ ലഭിക്കുവാൻ ഇടയാകും. തീർച്ചയായും മരുന്നിന് ഒരു പരിധിവരെ നമ്മുടെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ സാധിക്കും. കൗൺസിലിങ്ങുകൾക്ക് ഈ ലോകത്ത് നിന്ന്, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ സാധിക്കുമെന്നുള്ളത് അർത്ഥവത്തായ കാര്യമാണ്. വിമുക്തിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഇന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അനേക പ്രിയപ്പെട്ടവരെ കൗൺസിലിങ്ങുകൾക്കും അനേക പ്രിയപ്പെട്ടവരെ ട്രീറ്റ്മെന്റുകൾക്കും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെ തിങ്ങിക്കൂടി ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ സൂര്യൻ കത്തിക്കാളി നിൽക്കുന്ന ഈ മേഖലകളിലും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, മദ്യം നമ്മളെ നശിപ്പിക്കും, നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കും, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കും. നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഭക്ഷണത്തിന് അവിടെ പൈസയില്ല. ആരോഗ്യ രംഗത്ത് മുടക്കുവാൻ കുടുംബത്തിൽ പൈസയില്ല. നല്ലൊരു ചികിത്സ ലഭിക്കുവാൻ കുടുംബത്തിൽ പൈസയില്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ പൈസയില്ല. എന്നാൽ വൈകുന്നേരം കുടിച്ച് മതോന്മത്തനായി കടന്നു വരുവാൻ ഇഷ്ടം പോലെ പൈസ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഓരോരുത്തരും സമ്പാദിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ കുടുംബത്തിലെല്ലാം അരക്ഷിതാവസ്ഥകൾ ഉണ്ടാകുന്ന ഒരു സംവിധാനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഓരോ സിസ്റ്റത്തിനും അതിൻ്റെതായ പ്രതിവിധികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, സത്യവേദ പുസ്തകമാകുന്ന ബൈബിൾ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരാകുന്ന ഞങ്ങൾക്ക് ഏക ലോക സത്യദൈവമാകുന്ന യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിതാവെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് ഉയർത്തിക്കാട്ടാൻ ഒരു സൊല്യൂഷൻ ഉണ്ട്. മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, ആത്മഹത്യകളിൽ നിന്ന് ഈ ലോകത്തെ വിടുവിക്കുവാൻ കഴിവുള്ള ഏക നാമം എന്ന് പറയുന്നത് സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ നാമമാണെന്ന് പറയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടല്ല ഞങ്ങൾ ഇത് പറയുന്നത്. ഏതെങ്കിലും ഒരു തത്വശാസ്ത്രത്തിന്റെ പരിണിത ഫലത്തിൽ നിന്നുകൊണ്ടല്ല ഞങ്ങൾ ഇത് പറയുന്നത്. ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നുകളിൽ നിന്ന്
ആമേൻ സ്തോത്ര സൂയിസൈഡൽ ടെൻഡൻസികളിൽ നിന്നൊരു കുടുംബത്തെ ഒരു വ്യക്തിയെ വിടിവിക്കുവാൻ കഴിവുള്ള ആമേൻ നാമമത്രേ സുവിശേഷം എന്ന് പറയുന്നത്, ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഈ സ്നേഹ സന്ദേശ യാത്ര എന്ന് പറയുന്നത് ഒരു മതം മാറ്റത്തിന്റെ യാത്രയാണോ, ഒരു പേരുമാറ്റത്തിന്റെ യാത്രയാണോ എന്ന്. ഞാൻ കുന്നത്തൂർ താലൂക്കിലെ ശാസ്താംകോട്ട എന്നറിയപ്പെടുന്ന സ്ഥലത്തെ ഒരു NSS കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഇന്ന് രാമൻ പകലിൽ ഇവിടെ നിന്നുകൊണ്ട് മദ്യത്തിന് മയക്കുമരുന്നുകൾക്കെതിരെയുള്ള ഒരു സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ. ആമേൻ സ്തോത്രം. ഇതൊരു മതം മാറ്റത്തിന്റെ ഭാഗമല്ല, ഇതൊരു പേരുമാറ്റത്തിന്റെ ഭാഗമല്ല. മറിച്ച് മതം മനുഷ്യനെ മാറിയാൽ മനുഷ്യനെ രക്ഷിക്കുന്നില്ല, പേര് മാറിയാൽ മനുഷ്യനെ ആമേൻ ആരും രക്ഷപ്പെടുന്നില്ല. എന്നാൽ സുവിശേഷമാകുന്ന സത്യസുവിശേഷമാകുന്ന ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആമേൻ നിങ്ങളുടെ മനസ്സിന്റെ പൂർണ്ണ കൺട്രോൾ നിങ്ങൾക്ക് യേശുവിന് വേണ്ടി കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നുകളിൽ നിന്ന്, കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ഈ ദൈവം പരമേശ്വരൻ പരബ്രഹ്മാവാകുന്ന ക്രിസ്തു മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും ഇത് മതം മാറ്റമാണ്, പേരുമാറ്റമാണെന്നൊക്കെ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിയണം, ഇത് മതം മാറ്റമല്ല, പേരുമാറ്റമല്ല. ആമേൻ. സുവിശേഷം എന്ന് പറയുന്നത് റോമാലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്നത്രേ നമ്മൾ വായിക്കുന്നത്. സുവിശേഷം എന്നത് പേരുമാറ്റമല്ല, മതം മാറ്റമല്ല. സുവിശേഷം എന്നത് ഈ താണലോകത്തിലേക്ക് കടന്നു വന്ന് മാനവകുലത്തെ സ്നേഹിച്ച, പാപത്തെ ആമേൻ വെറുത്ത പാപികളെ സ്നേഹിച്ച, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സത്യസുവിശേഷമാണ്, ക്രിസ്തുവാണ്. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്കിടയാകുമാറാകട്ടെ. സുവിശേഷം നമുക്ക് എന്താണ് നൽകുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ നിർത്തി നിൽക്കുന്നതുമായ സുവിശേഷം എന്നുള്ളത്. ഗോസ്പൽ വിച്ച് യു ഹാവ് സ്റ്റുഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. ഒരു മനുഷ്യനെ ആമേൻ ഗ്രിപ്പുള്ള, ആമേൻ സ്തോത്രം, വഴുവഴുപ്പുള്ള ഒരു ദേശത്ത് ഗ്രിപ്പോടെ നിർത്തുന്ന ഒന്നാണ് സത്യസുവിശേഷം എന്ന് പറയുന്നത്. വഴുവഴുപ്പുള്ള ഒരു പ്രതലത്തിന്റെ അനുഭവത്തിലൂടെ മാനവകുലമേ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ വഴുവഴുപ്പില്ലാതെ ഗ്രിപ്പുള്ള ഒരു ഷൂവോടെ നിങ്ങളെ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ നിർത്തുന്ന ഒന്നത്രേ സത്യസുവിശേഷം എന്ന് പറയുന്നത്. In a tempting world it allow you to stand firm എന്ന് ഇതിന്റെ മറ്റൊരർത്ഥമാണ്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് മദ്യം, മയക്കുമരുന്നുകൾ, മദിരാശികൾ, ലൈംഗിക വികൃതികൾ ഒക്കെയുള്ള ഒരു സമൂഹമാണ്. അങ്ങനെ ടെംപ്റ്റിംഗ് ആയ ഒരു സമൂഹത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളെയും വ്യക്തികളെയും ഒക്കെ നിർത്തുന്ന ഒന്നാണ് ക്രിസ്തുവാകുന്ന സത്യസുവിശേഷം എന്ന് പറയുന്നത്. In a hurting world it allow you to stand firm എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ആർക്കും ആരെയും കണ്ടുകൂടാത്തൊരു സമൂഹമാണ്. അപ്പന് മക്കളെ കണ്ടുകൂടാത്തൊരു കാലഘട്ടം, മക്കൾക്ക് അപ്പനെ കണ്ടുകൂടാത്തൊരു കാലഘട്ടം, നൊന്ത് പ്രസവിച്ച അമ്മമാർക്ക് സഹോദരി കുഞ്ഞുങ്ങളെ കണ്ടുകൂടാത്തൊരു അനുഭവം. അവൻ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹട്ടിംഗ് ആയ ഒരു സമൂഹത്തിൽ നമ്മളെ നിർത്തുന്ന ഒന്നുണ്ടെങ്കിൽ അത് സത്യസുവിശേഷമാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം കണ്ണൂർകാരിയാകുന്ന ശരണ്യ പ്രണാബ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ചെയ്തത് ഞെട്ടലോടെയാണ് നമ്മൾ കേരളം ഓർക്കുവാൻ കാണുവാൻ ഇടയായി തീർന്നത്. കണ്ണൂരിൽ താമസിക്കുന്ന ശരണ്യ പ്രണാബ് എന്നറിയപ്പെടുന്ന പെൺകുട്ടി, അവൾ ഒരു കുടുംബത്തെയാണ്. അവൾക്കൊരു പിഞ്ചു കുഞ്ഞുണ്ട്, മുലയൂട്ടി വളർത്തുന്ന ഒരു കുഞ്ഞുണ്ട്. അർദ്ധരാത്രിയിൽ അവൻ സ്വന്തം ഹസ്ബൻഡ് അവിടെ കിടന്നുറങ്ങുമ്പോൾ സ്വന്തം കുഞ്ഞിനെ 2 വയസ്സുള്ള 1.5 വയസ്സുള്ള തന്റെ കുഞ്ഞിനെ, മുലയൂട്ടി വളർത്തുന്ന കുഞ്ഞിനെ അർദ്ധരാത്രി എടുത്തുകൊണ്ട്, തന്റെ കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് തൊട്ടടുത്ത് അറബിക്കടലിലേക്ക് അവൻ നടന്നു പോകുവാൻ അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നില്ല. ശരണ്യ പ്രണാബ് അർദ്ധരാത്രി തന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കടന്നുപോയി അറബിക്കടലിന്റെ പട്ടികൾ നിറഞ്ഞ, പാറകൾ നിറഞ്ഞ കൽപ്പടവുകളിലേക്ക് തന്റെ കുഞ്ഞിനെ എറിഞ്ഞു കളയുകയാണ്. ഉറങ്ങുകയായിരുന്ന കുഞ്ഞ് അവൻ തല പാറയിൽ അടിച്ച് കരയുമ്പോൾ സ്വന്തം കുഞ്ഞ് അവൻ മരിച്ചിട്ടില്ല എന്ന് ബോധ്യമായ ശരണ്യ പ്രണാബ് എന്ന് പറയുന്ന അമ്മ ചെയ്തത്, അറബിക്കടലിന്റെ പടവുകൾ ഓരോന്നായി അവർ താണ്ടി ഇറങ്ങിയിട്ട്, കൽപ്പടവുകൾ ഒന്നൊന്നായി താണ്ടി ഇറങ്ങിയിട്ട് അവൻ മുറിവേറ്റ് കിടക്കുന്ന, തലയിൽ മുറിവേറ്റ് കിടക്കുന്ന 1.5 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ സ്തോത്രം യേശുവിൻ നാമത്തിലേ
Stay
നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കുവാനിടയായി ബ്രിട്ടീഷുകാരുടെ പീരങ്കികൾക്കും തോക്കുകൾക്കും ബൂട്ടുകൾക്കും അവരുടേതായ ലാത്തികൾക്കും ഭയപ്പെടാതെ വണ്ണം ഒന്നുകിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മരണം എന്നുള്ളതായ ആ നിലയിൽ അവർ പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് ഈ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് സന്തോഷിപ്പാനായിട്ടിടയാകുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അങ്ങനെ വിവിധ നിലയിലുള്ളതായ നേതാക്കന്മാരുടെ അഹോവാർത്ഥം അവർക്ക് ലഭിച്ചതായ സമ്പത്തും അവരുടെ ആരോഗ്യവും അവർക്ക് ലഭിച്ച സമയങ്ങളും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെലവിട്ടത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കാനിടയാകുന്നത്. 1947 മുതൽ 2024 വർഷം വരെയുള്ളതായ നമ്മുടെ ചരിത്രം പഠിച്ചാൽ നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഉയർത്തപ്പെടുവാനായിട്ടിടയായി. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും പ്രതിരോധ മേഖലകളിലുമെല്ലാം നമ്മുടെ ഇന്ത്യ ഇന്ന് വളരെ മുന്നേറ്റം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്ത് ഇത്ര അഭിമാനത്തോടുകൂടി നാം നിൽക്കുമ്പോൾ തന്നെ നാം എല്ലാവരും വളരെ ഒരു വെല്ലുവിളിയോടുകൂടി കാണുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ തലമുറകളൊക്കെ ഇന്ന് ലഹരി വസ്തുക്കൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം എല്ലാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്റെ ചെറുപ്പത്തിലെ ഏതാണ്ട് 30 വയസ്സിന് മേളുള്ളതായ പുരുഷന്മാരൊക്കെ ആയിരുന്നു ലഹരി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ ഇന്ന് പുരുഷന്മാരെന്നോ സ്ത്രീകളൊക്കെ മുൻപന്തിയിൽ നിന്ന ഒരു കൂട്ടുകാരനാണ്. അതുകൊണ്ട് തന്റെ കോളേജിൽ തന്നെ ഒരു സഹോദരിയാണ് ഇരുന്നത്. അപ്പോൾ ആ സഹോദരിയോട് പറഞ്ഞു, നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് ഞങ്ങൾക്ക് നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അത് കൂടുതൽ കമ്പയർ ചെയ്യുവാനിടയായി. അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ, നീ ഒരാണാണോ, നീ ഇതൊന്ന് ഒരു തട്ടം ഒന്ന് ഉപയോഗിച്ച് നോക്ക്, എങ്ങനെയുണ്ടെന്ന് അറിയാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ വെല്ലുവിളി ആ സഹോദരൻ ഏറ്റെടുക്കുവാനിടയായി. ആ സഹോദരൻ അത് ഏറ്റെടുത്തപ്പോൾ അത് ബ്രൗൺ ഷുഗർ ആയിരുന്നു. അദ്ദേഹം അത് മറ്റുള്ള മുന്നിൽ അത് മേടിച്ചു, താൻ ഉപയോഗിച്ചു. ഈ ഉപയോഗിക്കുന്ന സാധനം ആദ്യം കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ടാണ് അവർ കൊടുത്തത്. അവർക്കറിയാം നാളെ ഈ നേരത്ത് ഇവർ എന്നെ തേടി വരുമെന്നുള്ളതായ ആ ഒരു കാഴ്ചപ്പാടോടെ ആദ്യം അവർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. എന്തിനു പറയുന്നു, അവർ വീണ്ടും അവർ താമസിക്കുന്നിടത്ത് പോയി. പിറ്റേ ദിവസമായപ്പോൾ ഈ സഹോദരന് ശരീരം മൊത്തം വേദനയായി, തല പൊട്ടിപ്പോകുന്നുള്ള വേദനയായി. ഒടുവിൽ തനിക്ക് നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ തനിക്ക് 2 ദിവസം ആ ബ്രൗൺ ഷുഗർ തന്ന വ്യക്തിയെ അന്വേഷിച്ചു പോയി. അദ്ദേഹത്തിൽ നിന്നും വീണ്ടും മേടിച്ച് താൻ ഉപയോഗിക്കുവാനായിട്ടിടയായി. അങ്ങനെ തനിക്ക് ഇതില്ലാതെ തുടർന്ന് ജീവിക്കാൻ കഴിയാതെ ശരീരമായ അസ്വസ്ഥതയും ക്ഷീണമായി വന്നപ്പോൾ തന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്നും പണം 2000 രൂപ മോഷ്ടിച്ചിട്ട് താൻ ഇതുപോയി മേടിച്ചുകൊണ്ട് വരാനിടയായി. ഇത് കൂട്ടുകാരൻ അറിഞ്ഞു. ഇത് അവരെ അത് ഇന്റർവ്യൂവിന് വന്നതായ പരിശീലനത്തിന് വന്നതായ ആൾക്കാരറിഞ്ഞു. ഉടനെ ഇവന്റെ പിതാവിനെ വിളിച്ച് ഇവനോട് സംസാരിപ്പാനിടയായി. അങ്ങനെ അവനെ ആ അവസ്ഥയിൽ നിന്ന് അവനെ പറഞ്ഞു വിടുവാനിടയായി. അവൻ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ എനിക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല, എന്തോ വലിയ അസ്വസ്ഥതയുണ്ടായി. ഒടുവിൽ പല ട്രീറ്റ്മെന്റ് ചെയ്തു. ഒടുവിൽ അതിന് ഫലം കണ്ടുകിട്ടുകയില്ല. അങ്ങനെ അവൻ ഒരു ഭ്രാന്തനെ പോലെ മുടിയും വളർത്തി, താടിയും വളർത്തി, നഖവും വളർത്തി, അതേ അഴുക്ക് വസ്ത്രവും ധരിച്ച് ഇങ്ങനെ പല സ്ഥലത്തും പോയി കിടന്ന് ഇതുപോലെയുള്ളതായ ലഹരി ഉപയോഗിച്ച് അങ്ങനെ ജീവിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. നോക്കിക്കോണം, ഞാനിത് പറഞ്ഞതിന്റെ കാരണം ഒരു വെല്ലുവിളിയുടെ മുന്നിലായിരിക്കാം ഇത് തുടങ്ങുന്നതിന് ഇന്ന പ്രായമെന്നില്ല, ഇത് തുടങ്ങുന്നതിന് ഇന്ന സമയമെന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ലവരായിരിക്കാം, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നല്ല ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് IIT പഠിക്കുമ്പോൾ നല്ലൊരു വ്യക്തിയായിരുന്നു. എന്നാൽ തുടർന്ന് 21 ലക്ഷം രൂപ ശമ്പളം പറഞ്ഞത് എനിക്ക് ജോലി ലഭിച്ച ശേഷം ഒരു വ്യക്തിയുടെ മുമ്പിൽ, ഒരു വിളിയുടെ മുന്നിൽ അത് ഏറ്റെടുത്തതിന്റെ ഫലമായി തന്റെ സ്വപ്നമായ ഭാവി തകർക്കപ്പെടുവാനിടയായി. തന്റെ മാതാപിതാക്കന്മാർക്ക് തന്റെ തലവേദനയായി മാറി. തന്റെ ജീവിതം ആകെ പരാജയപ്പെടുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, ഞാനിത് ഓർപ്പിക്കുമ്പോൾ ലഹരി വസ്തു തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായി തീരുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്.
നമ്മുടെ തലമുറകൾ അത് നാം അറിയാതെ തന്നെ ഇവരിതിനെ അല്പമെങ്കിലും രുചിച്ചു നോക്കാൻ അവസരം അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നാം മനസ്സിലാക്കി അതിനെതിരെ കുഞ്ഞുങ്ങൾക്ക് ഇതിന് ബോധവൽക്കരണം വരുത്തി അവരെ നേരായ നിലയിൽ അതിന്റെ തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്കുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തിലുമൊക്കെ നമുക്കറിയാം അക്രമങ്ങളും പീഡനങ്ങളും സ്ഫോടനങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളും സ്ത്രീ പീഡനങ്ങളും കുടുംബ തകർച്ചകളും ഒക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു തിന്മയുടെ ശക്തിയാണ് നമ്മളെ ഇത് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തിന്മയുടെ ശക്തി പോകാതെ ഏതെല്ലാം ആശുപത്രി പോയാലും ഏത് ഡോക്ടറെ പോയി ചികിത്സിച്ചത് പറഞ്ഞാലും ആ സ്വഭാവം മാറുകയില്ല. ഈ തിന്മയുടെ ശക്തി നമ്മിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. നന്മ എന്ന് പറയുന്നത് ലോകത്തിന്റെ പാപത്തിനെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നുണ്ട്, ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് വേഷത്തിൽ മനുഷ്യനായി വന്ന കർത്താവായ യേശുക്രിസ്തു, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി ഈ ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തു, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി ഈ ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ തിന്മകയെ മാറ്റി നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി, എത്ര വലിയ ലഹരിക്ക് അടിമയായിരിക്കോട്ടെ, ഏതെല്ലാം ഭാവ സ്വഭാവമുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാനായിട്ടിടയായത്. ആ യേശുക്രിസ്തു മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി അവസാനത്തുള്ള രക്തം ഊറ്റി തന്ന് യേശു മരിച്ചു, അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ എങ്ങും പോയി സകലരോടും ഈ സുവിശേഷം അറിയിക്കണം. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം യേശു പറഞ്ഞ കൽപ്പനയാണ്, നിങ്ങൾ ഭൂമിയിൽ എങ്ങും പോയി സകലരോടും ഈ സുവിശേഷം അറിയിക്കണം എന്ന് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അതേ വേദനയോട്, ഭാരത്തോട്, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങളുടെ എത്ര വലിയ പാപമായിരുന്നാലും അതേ കണ്ണും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിച്ച് നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാനായിട്ട് യേശുവിന് കഴിയും. അതായത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വ്യക്തിപരമായ യുവത്തിലേക്ക് വരുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരും, നമ്മുടെ കുടുംബത്തിനും അതേ മാറ്റം വരും. മാത്രമല്ല, മരണം ജീവിതത്തിന്റെ അവസാനമല്ല, മരണത്തിന് ശേഷം ഒരു നിത്യജീവിതമുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ രാവിലെ മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ആകയാൽ ഇന്നത്തെ 78ാം സ്വാതന്ത്ര്യം നാം ആഘോഷിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു ശരിയായ ഒരു സ്വാതന്ത്ര്യം, ദൈവിക സമാധാന സന്തോഷം അനുഭവിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായി തീരുമാനമായിട്ട് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. സർവ്വശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു.
ഘോഷഘോഷം നന്ദി അറിയിക്കുന്നു. ഈ ദേശത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ശാരോൺ സഭയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ ജംഗ്ഷനിൽ ഈ പ്രോഗ്രാം പ്രാർത്ഥിച്ച് അവസാനിക്കാനായിട്ട് രഘുമ്പോൾ പാസ്റ്റർ ക്ഷണിച്ചു. പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദിവസത്തെ മന്ദിരത്തോട് തന്നെ സ്തുതിക്കുന്നു. ദൈവമേ, മദ്യവും മയക്കുമരുന്നും എന്ന സാമൂഹിക വിപത്തുകൾക്കെതിരെ ഉള്ള ദൈവമേ ഹല്ലേലൂയ ഈ പ്രചരണം ഞങ്ങൾക്കറിഞ്ഞ അത് രാവിലെ ഇന്നത്തെ കാലം ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ച ആ സമയം ഞങ്ങൾ സാധനങ്ങളുടെ കൂടെ ഇരുന്നു. ദൈവമായ കർത്താവെ, വിവിധ സ്ഥലങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ അതേ ഞങ്ങൾ ഈ പ്രചരണം നടത്തുവാൻ ഇടയായി. അനേകരെ ഈ സന്ദേശം ശ്രമിക്കാൻ ഇടയായി. ഇന്ന് പലക്കാൻ ഇവിടെയും ദൈവമേ ഹല്ലേലൂയ ഈ വചനം ശ്രമിച്ച കർത്താവ് ഈ സന്ദേശം അതെ പ്രാപിച്ച കേട്ട എല്ലാ പ്രിയപ്പെട്ട വിവരങ്ങളൊക്കെ ഏൽപ്പിക്കുന്നു. ദൈവം അതിലേക്ക് ആർക്കെങ്കിലും ദൈവമേ അത് ഈ വിപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി വർഷമായെങ്കിലും അല്ലെങ്കിൽ ഇന്നും മദ്യത്തിന് മയക്കുമരുന്നിനും ദൈവമേ ഹല്ലേലൂയ അടിമപ്പെട്ട് കുഞ്ഞുങ്ങൾ സന്ദേശം അത് കേട്ട ആർക്കെങ്കിലും ദൈവം അതിന് പുറത്തു വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം അനുഗ്രഹമായി തീരണം. മാത്രമല്ല യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് തുടർന്ന് ജീവിതം അവരുടെ കുടുംബങ്ങളും യേശുവിനെ ജീവിച്ച് സന്തോഷം അനുഭവമാക്കാൻ ദൈവം സഹായിക്കണം. തുടർന്ന് ഞങ്ങൾ ദൈവമായ ഹല്ലാത്ത ശ്രദ്ധയിൽ കടന്നു പോകുന്നു. ഒരു സ്ഥാനത്ത് കൂടെ ഇരിക്കണം. ഇന്ന് പാൽക്കാലം സൃഷ്ടി അഭ്യാസമാരെ ഓർക്കുന്നവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ മണ്ണിക്കാവ് കുണ്ടറയൊക്കെ വലിയ സെക്ഷനുള്ള സ്ഥലങ്ങളൊക്കെ വലിയ പാടാണ്. ഗായ്സ് ഇടുന്നതാടാ.
എന്നോടെ കഴിക്കുകയാണ് ഗൈസ്. ഇതായിരുന്നു കളി. അവിടെ കഴിച്ചോണ്ടിരിക്കും. ആഘോഷിക്കുന്ന ദിവസം അനേകം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് രഹസ്യമായി കർത്താവിനെ ആരംഭിച്ച് പല സ്ഥലങ്ങളിൽ ഗാനങ്ങൾ ആലപിക്കുവാനും ദൈവം അറിയിപ്പാനും കർത്താവിടയാക്കി. ഈ സഭയുടെ ആദ്യത്തിനായ ദൈവത്തിന്റെ സ്തോത്രം. സഭയിൽ തൊട്ട ഓരോ കുടുംബങ്ങളെയും ഏൽപ്പിക്കുന്നു. ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ ദൈവദാസന്മാരെ ഒരുമിച്ച് ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലഭിച്ച എല്ലാ സർക്കാരുകൾക്കുമായി സ്തോത്രം. പ്രതികളെ കൊടുത്ത് മാനിക്കണമേ. പ്രസംഗികളെ പരിഹാരം നൽകുന്നതാകണമേ. കർത്താവിനെ വർദ്ധിപ്പിക്കുന്നതാകണമേ. വീണ്ടും പ്രസംഗങ്ങൾക്ക് വേണ്ടി പോകുന്നതിന് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. പ്രകൃതിയെ ശാന്തമാക്കണമേ. സ്തോത്രം സ്തോത്രം. ശ്രമിക്കുന്ന ഏവർക്കും ക്രിസ്ത്യ അഭിവാദ്യങ്ങൾ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പുത്രിക സംഘടനയായ ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മുമ്പിൽ നയിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് സംസ്ഥാനവും ഇന്ത്യയും വഹിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരിയുടെ ഉപയോഗം, മദ്യപാനം, ആത്മഹത്യ. ഇതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുന്ന ഏവരെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിക്കാനായിട്ട് ചെയ്യുന്നു. സമയത്തിനായി സ്വാതന്ത്ര്യം പ്രസ്തുതിക്കുന്നു. മഹാവിലാസത്തേക്ക് നമ്മൾ പ്രാർത്ഥിക്കാരംഭിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര ഈ ദേശത്തെ പറഞ്ഞവരെ സഹായിക്കുന്നു. എല്ലാ പ്രോഗ്രാമിനെയും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായി സ്വാതന്ത്ര്യം യേശുവിന്റെ നാമത്തിൽ നല്ല ശരിയില്ല.
സമാധാനമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അനേക മാതാപിതാക്കൾ അനേക കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ അനേക കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ അനേക സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരുടെ ആമി മദ്യപാനം നിമിത്തം ആമി അതിന് അടിമകളായിരിക്കുന്നത് കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട് ലഭിച്ചുകൊണ്ട് സമാധാനം ഇല്ലാതെ ആയിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തർക്കും ഒരു വിമോചനമുണ്ടാകുവാൻ, ഒരു വിടുതലുണ്ടാകുവാൻ, പാപത്തിൽ നിന്ന് മടങ്ങി വരുവാൻ വേണ്ടി, മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന് ആമേ മോചനം പ്രാപിക്കുക ആമേ എന്ന ആ ഏക ലക്ഷ്യത്തോടുകൂടെ ഞങ്ങൾ ഇന്ന് പകൽ വേളയിൽ, ഈ ഉച്ച കഴിഞ്ഞ വേളയിൽ ആമേ ഞങ്ങൾ ഇവിടെ നിന്ന് ആമേ അല്പസമയം നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആമേ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലും ആമേ നമ്മുടെ ഓരോ കവലകളിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആമകളിൽ മദ്യം വിഷമാണെന്നും പുകവലി പാടില്ല എന്നൊക്കെയും എഴുതി വെച്ചിട്ടുണ്ട്. ആമേ നമുക്ക് എല്ലാവർക്കും അറിയാം, പുകവലിക്കുന്ന എല്ലാവർക്കും അറിയാം പുകവലി പാടില്ലാത്തതാണ്, ശരീരത്തിനെ ആമേ അനാരോഗ്യമായിരിക്കുന്ന അവസ്ഥയാണ് എന്നും മദ്യപാനം ആമേ നിമിത്തം കുടുംബങ്ങൾ നശിക്കുമെന്നും നമുക്ക് മദ്യം ഉപയോഗിക്കുന്ന ഏവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഒരു രസത്തിന് വേണ്ടി കൂട്ടുകൾ കൂടി മദ്യത്തിന് അടിമകളായി, മറ്റ് വെറിക്കുത്തുകൾക്ക് അടിമകളായി തീരുമ്പോൾ ആമേ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കണമെന്ന് തോന്നുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ അതിനെ അടിമകളായി മാറുമ്പോൾ ആമേ രസത്തിന് വേണ്ടി തുടങ്ങിയതായിരിക്കുന്നതായ മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് ഇതൊക്കെയും പിന്നീട് ആമേ അനേക കുടുംബങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ കോളേജുകളിലും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം, അനേക കുഞ്ഞുങ്ങള് തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ആളുകൾ ഈ ദിവസങ്ങളിൽ അനേക കോളേജുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അനേക സ്കൂളുകളൊന്ന് ശ്രദ്ധിച്ചാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ മയക്കുമരുന്നിനും ആമെ കഞ്ചാവിനും അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പാർക്കുന്നതായിരിക്കുന്ന കൊല്ലം ജില്ലയുടെ അതിർത്തിയായിരിക്കുന്ന കടമ്പനാട് എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചില മാസങ്ങൾക്ക് മുന്നമേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആമെ സ്കൂൾ വിട്ടു പോകുന്നതായ സമയം ആമെ മദ്യക്കൂപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് ആമെ ലെവലില്ലാതെ അത് കടമ്പനാട് ടൗണിൽ കൂടെ കടന്നു പോകുന്ന വീഡിയോ ഒരു പക്ഷേയെങ്കിൽ പലരും അത് ശ്രദ്ധിച്ചു കാണും. കാരണം പെൺകുട്ടികൾ പോലും വളർന്നു വരേണ്ട തലമുറകൾ, ദേശത്തിന് മാതൃകയായി നിൽക്കേണ്ട, ദേശത്തിന് അനുഗ്രഹമായി നിൽക്കേണ്ട, പഠിച്ചു മിടുക്കരായി നല്ല എഞ്ചിനീയർമാരായി, നല്ല ഡോക്ടർമാരായി, നല്ല IAS, IPS എന്ന് വേണ്ട പല നിലകളിൽ, ഉന്നതകരമായ നിലകളിൽ എത്തിച്ചേരേണ്ടതായ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ നാടുകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സത്യം വിളിച്ചു പറയട്ടെ, ഇന്ന് പകൽക്കാലം മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ തലമുറകൾ എങ്ങോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാപത്തിൽ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ തലമുറകളെ മടക്കിക്കൊണ്ട് വരിക എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള പ്രാസംഗികരുടെ മാത്രം ലക്ഷ്യമല്ല. പിന്നെയോ ഓരോ മാതാപിതാക്കളുടെയും ഈ കല്ലുപാലക്കടവ് ദേശനിവാസികളുടെയും ഉത്തരവാദിത്വമാകുന്നു. നമ്മുടെ തലമുറകൾ, നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ തലമുറ, നമ്മുടെ ദേശത്തുള്ള തലമുറ നശിച്ചു പോകാതെ അവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഞങ്ങൾ ഈ ദേശത്തിന്റെ കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന യുവതി യുവാക്കന്മാര് ആമീൻ ഇന്ന് പകൽവേളയിൽ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുമ്പോൾ ആമീൻ ഞങ്ങളിൽ പലരും കഴിഞ്ഞ നാളുകളിൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനും പാപ സ്വഭാവങ്ങൾക്കും അടിമകളായി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് കുടുംബത്തിൽ സമാധാനം കൊടുക്കാതിരുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്ന് ദേശത്ത് സമാധാനം കൊടുക്കുന്നവരായി ആമീൻ ഇന്നിവിടെ നിൽക്കുന്ന പലരും ആമീൻ ഒരു കാലഘട്ടങ്ങളിൽ സമാധാനം കൊടുക്കാത്തവരായിരുന്നു. മദ്യത്തിന് അടിമകളായിരുന്നു, മയക്കുമരുന്നിന് അടിമകളായിരുന്നു, പുകവലിക്ക് അടിമകളായിരുന്നു. എന്നാൽ അതിൽ നിന്നും മോചനം പ്രാപിച്ച് ഇത് തെറ്റായ യാത്ര എന്ന മനസ്സ് ദേശത്തെ ചൂണ്ടിക്കാണിക്കുവാൻ, ദേശത്തെ പ്രബോധിപ്പിക്കുവാൻ, ദേശത്തെ വാസികൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇന്ന് ഈ ദേശത്ത് ഇതിന്റെ മധ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആമീൻ. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കും.
ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുവെന്ന് വിചാരിച്ച് അന്ന് പ്രാപിച്ച സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയായി ഇന്നത്തെ പകല് മാറാറ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എന്റെ ഭവനം സ്വാതന്ത്ര്യം പ്രാപിക്കണം, എന്റെ കുഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കണം, എന്റെ ഭർത്താവ് സ്വാതന്ത്ര്യം പ്രാപിക്കണം എന്ന ഒരാഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. മദ്യപിക്കുന്നവരെ, മറ്റ് മയക്കുമരുന്നിനും പ്രതിക്കൂത്തുകൾക്കും അടിമകളായി ജീവിക്കുന്നവരെ, ഒന്ന്, നിങ്ങൾ അത് ഉപയോഗിക്കുന്നത് മുഖാന്തരം ഒന്ന് നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം നഷ്ടപ്പെടുകയാണ്. രണ്ട്, നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. ആ മേഖലയിലെ മൂന്നാമത്, നിങ്ങളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മറക്കരുത്. മദ്യപാനത്തിന് അടിമകളായി, മയക്കുമരുന്നിന് അടിമകളായി എത്രയോ യുവജനങ്ങൾ ഓരോ ദിവസവും വാഹനങ്ങൾ ഓടിച്ച് വാഹനങ്ങളിൽ അവരുടെ കയ്യിൽ നിയന്ത്രിക്കുവാൻ കഴിയാതെ അപകടങ്ങളിൽ ചെറിയാടുന്നു. ഓരോ ദിവസങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ നമ്മുടെ കൺമുമ്പിലൊക്കെ നമ്മൾ കാണുന്നു യൗവനക്കാർ പൊലിഞ്ഞു പോകുന്നത്. പലരും അതിന് സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കയ്യിൽ ഫ്ലെക്സ് ബോർഡുകൾ അവർ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു ആത്മഹത്യ അരുത് എന്ന്, മദ്യം വിഷമാണ് എന്ന്, പുകവലി പാടില്ല എന്ന്, മയക്കുമരുന്ന് ജീവനെ ആപത്താകുന്നുവെന്ന്. ഇങ്ങനെ പല പല കാര്യങ്ങൾ എഴുതി അവര് ഈ പ്ലാക്കാർഡ് ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ അത് വായിക്കുന്നവരെ, ഞങ്ങളെ കേൾക്കുന്നവരെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, ഈ ദേശത്തോട് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയട്ടെ, മദ്യം വിഷമാണ്, ആത്മഹത്യ അരുത്, പാപ സ്വഭാവത്തിൽ നിന്ന് മടങ്ങി വരിക. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇത്രയും പ്രിയപ്പെട്ടവരോട് വന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഇത് എന്തെങ്കിലും മതപ്രസംഗമായിരിക്കും. അത് മതപ്രസംഗമല്ല. നമ്മുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടാകണം. ഇതൊരു മനുഷ്യന്റെയും മനം മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പ്രബോധനമാണ് ഇവിടെ നടക്കുന്നത്. പ്രൈസ് ലോർഡ്. ഒരു മനുഷ്യൻ മനം കാണിയത് കൊണ്ട് പ്രയോജനമില്ല. അവന്റെ മനസ്സ് മാറുന്നില്ല എങ്കിൽ, അവന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ, അതുകൊണ്ട് ഒരു രക്ഷയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. ആദ്യം മതമല്ല മാറേണ്ടത്, ആദ്യം മനസ്സാണ് മാറേണ്ടത്. മനസ്സ് മാറുക, നിന്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, ഒരു പുതുമനുഷ്യനായി ജീവിക്കുക. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, അപ്പനൊരു ആഗ്രഹമുണ്ട്, എന്റെ കുഞ്ഞ് നല്ലവനായി വളരണം, നല്ലവളായി വളരണം. എന്നാൽ പല കുഞ്ഞുങ്ങളും നോക്കിക്കൊള്ളണമേ, ആ പിഞ്ചു പ്രായം കഴിയുമ്പോൾ അവരെ സ്കൂളിൽ വിടുവാൻ സമയമാകുമ്പോൾ അപ്പനും അമ്മയും വലിയ ലക്ഷ്യബോധത്തോടുകൂടെ ആ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ട് ചേർക്കും. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ആ സ്കൂളിൽ വളർന്നു വരുന്ന കുഞ്ഞ് അപ്പനെ മറന്ന് അമ്മയെ മറന്ന് മറ്റ് വെറിക്കുത്തുകളിലേക്ക് അകപ്പെടുകയാണ്. ഈ കുഞ്ഞ് വെറിക്കുത്തിൽ അകപ്പെടാൻ കാരണമെന്താ? ഈ സ്കൂൾ പരിസരങ്ങളിൽ ഈ കഞ്ചാവും ഈ മയക്കുമരുന്നും ഒക്കെ വിൽക്കുന്നത് നല്ല അറിവുള്ളവരായ, ബോധമുള്ളവരായ പ്രായപൂർത്തിയായിരിക്കുന്ന മാതാപിതാക്കളാണ് പലരും ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. എന്നാൽ ഇന്ന് ഓർത്തുകൊള്ളണം, നിങ്ങളുടെ തലമുറകളെ നശിപ്പിക്കുകയാണ്. നമ്മുടെ ദേശത്ത് മാന്യമായി ജീവിക്കേണ്ട തലമുറകള്, നമ്മുടെ ദേശത്ത് ഡോക്ടർമാരായി, എഞ്ചിനീയർമാരായി, നേഴ്സുമാരായി നല്ല നിലകളിൽ എത്തിച്ചേരേണ്ട തലമുറകള് ഈ ലോകം നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുമ്പോൾ ഒരു സത്യം ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ദേശത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കിടക്കുന്ന ജീവിതങ്ങൾ മടങ്ങി വരണമെങ്കിൽ ഞങ്ങൾ മാത്രം ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ മാത്രം പോരാ. ഈ ദേശത്തുള്ള ഓരോ മാതാപിതാക്കളും വിചാരിക്കണം, ഈ ദേശവാസികൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകളെ നേരായ പാതയിൽ നടത്തുവാൻ കഴിയൂ. നമ്മുടെ തലമുറകൾ നല്ലതായി വളർന്നു വന്നാൽ നമുക്ക് നല്ലൊരു കേരളത്തെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കും. നല്ലൊരു കേരളം, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു നല്ല കേരളം ഉയർത്തുവാൻ നമുക്കിടയാകട്ടെ. എന്നാൽ ഇതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് അരുളി ചെയ്യാം. യേശു കർത്താവിൽ വിശ്വസിക്കുക. എത്രയോ കുടുംബങ്ങൾ സമാധാനമില്ലാതെ കഴിഞ്ഞവർ, ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങിപ്പോയവർ, തകർന്നു തരിപ്പണമായ കുടുംബങ്ങൾ, എത്രയോ പേര് അവസാന സമാധാനം കണ്ടെത്തുവാൻ യേശുവിന്റെ പാദപീഠത്തിന്റെ മുഴങ്കാലുകൾ മടക്കി. ആ മുഴങ്കാലുകൾ മടക്കിയവർ, അനേക പ്രിയപ്പെട്ടവർ
ഇന്ന് നല്ല ഒരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഈ ദേശത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ സമാധാനമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കുടുംബങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ സമാധാനമില്ലാത്ത അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ, മദ്യം നിങ്ങളുടെ ഭവനത്തിനകത്ത് സമാധാനം തരുന്നില്ല എങ്കിൽ, നിങ്ങളുടെ തലമുറകൾ പാപത്തിന്റെ വഴിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഒരു സെക്കൻഡ് യേശുവേ രക്ഷിക്കണമേ എന്നൊരു വാക്ക് പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ ഏത് പ്രതിസന്ധികളിലും നിങ്ങളുടെ അരികിൽ കടന്നു വന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് ഇന്ന് പകൽക്കാലം ഞാനിവിടെ അവസാനമായി ഉയർത്തുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ. രോഗികളായി കിടക്കുന്നവരോ, മനം തകർന്നിരിക്കുന്നവരോ, മാനസിക സംഘർഷങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരോ, വിഷാദരോഗങ്ങൾ കടുമകളായിരിക്കുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറയിൽ ഒരു മടങ്ങി വരവ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ ഭർത്താവിനൊരു മടങ്ങി വരവ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ ഭവനത്തിലൊരു സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഒരു നിമിഷം യേശുവേ വിളിച്ചാട്ടെ. അതേ, നിങ്ങൾക്ക് സമാധാനം തരുവാൻ, നിങ്ങൾക്ക് അനുഗ്രഹം തരുവാൻ, നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം തരുവാൻ യേശുവിന് കഴിയും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദേശം ഹല്ലേലൂയ രോഗത്തിന്റെ അവസ്ഥകളിൽ നിന്നും, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, മദ്യപാനത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, ലോകപരമായ വെറിക്കുത്തുകളിൽ നിന്നും പിടിവിക്കപ്പെടട്ടെ. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരും, എല്ലാ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സും, എല്ലാ നാട്ടുകാരായ പ്രിയപ്പെട്ട സ്നേഹിതരെയും നിങ്ങളെയെല്ലാം ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാ കുടുംബങ്ങളിൽ സമാധാനം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും 78ാമത്തെ സ്വാതന്ത്ര്യത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടും വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കുമാറാണ്. രസം നേരത്തെ അടിക്കാത്ത കാര്യം. അങ്ങനെ കുറച്ചിരിക്കുകയാണ്. ഞാനും കൊടുക്കട്ടോ. കൊടുക്കും. ലൈവാണ്. ഞങ്ങള് ന്യൂസിലൊക്കെ നോക്കും. എന്റെ ഫോട്ടോ കേട്ടില്ല.
ചിക്കനും മട്ടനും ഒക്കെ പാചകം ചെയ്ത് കഴിക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തെ പാചകം ചെയ്ത് കഴിച്ച ഒരു കിരാതമായ സംഭവം ഉണ്ടായത് നമ്മുടെ കേരളത്തിലാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്നൊന്നും നിങ്ങൾ ആരും ചിന്തിക്കരുത്. ചേട്ടോ ചേട്ടോ തീർച്ചയായും വൈദ്യശാസ്ത്രത്തിന്റെ നല്ല കൗശലം ക്രമം കെട്ട ഒരു ജീവിതം എന്ന് നമ്മൾ പറയും. തീർച്ചയായും ഞങ്ങളൊക്കെ ക്രമം കെട്ട ജീവിതത്തിനുടമകളാണ്. അപ്പനെയോ അമ്മയോ ഒക്കെ അനുസരിക്കാതെ ഒരു ജീവിതമാണ്. ബൈബിളിനകത്ത് പറയുന്നത് പാപം എന്നാണ്. ഹമാട്ടിയ എന്നറിയപ്പെടുന്ന ഒരു ഗ്രീക്ക് പദമാണ് പാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്.